നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര. ജഡഭരത ചരിത്രം വിശേഷമാണ്. ഒരുപക്ഷെ ഭഗവാന്റെ ചരിത്രങ്ങൾ പറയണത് മാറ്റി നിർത്തിയാൽ ഏറ്റവും വിശേഷപ്പെട്ട കഥ ജഡഭരതൻ്റെയാണ്. നമുക്ക് അജാമിളനെ നന്നായിട്ട് അറിയാൻ കാരണം ആചാര്യൻ കാരണമാണ്, എഴുത്തച്ഛൻ. ആ ഹരിനാമകീർത്തനത്തിൽ അദ്ദേഹം എഴുതി വെച്ചതുകൊണ്ട് നമുക്കെല്ലാവർക്കും മലയാളികൾക്കൊക്കെ പെട്ടെന്ന് അജാമിളൻ എന്ന് പറഞ്ഞറിയും. പക്ഷെ ജഡഭരതനെ അങ്ങനെ സ്മരിച്ചിട്ടില്ല നമ്മുടെ കവികളാരും. അതുകൊണ്ട് സാമാന്യ ജനത്തിന് ഇപ്പോഴും ജഡഭരതൻ്റെ മഹാത്മ്യം അറിയില്ല. ഭരതൻ ചക്രവർത്തിയായിരുന്നു, മാനായിട്ട് ജനിച്ചു, പിന്നെ ജനിച്ചു പേരും ഊരും ഒന്നുമില്ലാത്തൊരു ബ്രാഹ്മണനായിട്ട്. ആ ബ്രാഹ്മണനെ ജഡഭരതൻ എന്ന് വിളിക്കാൻ കാരണം എന്താ വെച്ചാൽ ചത്ത പാലിരിക്കും എപ്പോഴും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഭയങ്കര തണ്ടും തടിയൊക്കെ ഉണ്ട് അദ്ദേഹത്തിന്. എന്ത് പണിക്ക് വിളിച്ചാലും അദ്ദേഹം പോവുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും അദ്ദേഹത്തിൽ ആ അഖണ്ഡാകാര വൃത്തി, ബ്രഹ്മാകാര വൃത്തി, അതായത് ഞാൻ ഒന്നിൽ നിന്നും വേർപെട്ടിട്ടില്ലാത്ത എന്നാൽ എല്ലാറ്റിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ബ്രഹ്മം തന്നെ എന്ന ബോധം അദ്ദേഹത്തിൽ അത്രയ്ക്കും ഉറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം സിന്ധു സൗവീര ദേശങ്ങളിലെ രാജാവായിട്ടുള്ള രഘുഗണൻ ഒരു പല്ലക്കിൽ യാത്ര ചെയ്യുക. അപ്പോൾ പല്ലക്കിൻ്റെ ചുമട്ടുകാരിങ്ങനെ എടുത്തുകൊണ്ട് വേണം. അവർ ഇക്ഷുമതി എന്ന് പറയുന്ന നദിയുടെ തീരത്ത് എത്തിയപ്പോൾ ഈ പല്ലക്ക് ചുമട്ടുകാരിൽ ഒരാൾക്ക് എന്തോ വയ്യാണ്ടാവുക എന്തോ ആയി. അപ്പോൾ അയാൾക്ക് ചുമക്കാൻ പറ്റണില്ല. അപ്പോൾ പകരം ഒരാളും കൂടെ വേണം ചുമക്കാൻ. 4 പേര് വേണം പല്ലക്ക് ചുമക്കാൻ. അപ്പോൾ നല്ല തണ്ടും തടികൾ ആരെങ്കിലും കിട്ടുമെന്ന് അടുത്തുള്ള ഗ്രാമത്തിൽ പോയിട്ട് പട്ടാളക്കാർ പോയി നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരെയൊന്നും കണ്ടില്ല. ഒരു കവലയിൽ വന്നപ്പോൾ അവിടെ ഒരു മരത്തിൻ്റെ താഴെ ഒരു തടിയനിരിക്കുന്നുണ്ട്, ജഡഭരതൻ. ഇവിടെ വാ അവർ വിളിച്ചു, വന്ന് പല്ലക്ക് ചുമക്കുക. അപ്പോൾ നല്ല ശരീരപുഷ്ടിയുള്ള യുവാവായതുകൊണ്ട് കഴുതയോ കുതിരയോ കാളയൊക്കെ പോലെ ചുമക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചുകൊണ്ട് പോയത് ബലാത്കാരമായിട്ട്. അപ്പോൾ ഇദ്ദേഹത്തിനൊരു പ്രശ്നമുണ്ട്, ഇദ്ദേഹം വിളിച്ചു കഴിഞ്ഞാലൊന്നും ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്യില്ല. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇങ്ങോട്ട് വാടോ പറഞ്ഞിട്ട് പിടിച്ച് വലിച്ചു. അങ്ങനെ കൂടെ പോയി. ആര് വിളിച്ചാലും അങ്ങനെ പോവും. അങ്ങനെ കൂടെ പോയി. ഈ എന്താ പറയുക, പൂർവ്വജന്മത്തിൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ദയയുടെ ഒരു സംസ്കാരം കിടപ്പുണ്ട്. അതായത് നല്ല ഗുണവും ചീത്ത ഗുണവും എന്തും നമ്മൾ പൂർവ്വത്തു നിന്ന് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിലും ചില സംസ്കാരങ്ങൾ, വാസനകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. അതിലൊരു നല്ല സംസ്കാരം ഇന്ന് നമ്മൾ പുറം ലോകത്ത് പറയുന്നത്, ഒരു അവധൂതനെ സംബന്ധിച്ചിടത്തോളം നല്ലത് ചീത്താന്നില്ല, ദയ, സഹജീവികളോടുള്ള ദയ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ പല്ലക്ക് ചുമക്കാൻ ഇവിടെ കൊണ്ടുവന്നു. പല്ലക്കെടുത്ത് തോളത്ത് വെച്ച് കൊടുത്തു. നടക്കാൻ തുടങ്ങി. രഘുഗണൻ ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുക. അതിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് ഇങ്ങനെ ഇളകി പല്ലക്ക്. കുറച്ച് നേരം കഴിഞ്ഞ് വീണ്ടും ഒന്ന് ഇളകി, വീണ്ടും ഇളകണു. അപ്പോൾ ദേഷ്യം വന്നു. ഇതെന്താ സംഭവം? നോക്കുമ്പോൾ എന്താ വെച്ചാൽ പല്ലക്ക് ചുമട്ടുകാർ സാധാരണ എങ്ങോട്ടും നോക്കാണ്ട് അവർ നടക്കുകയാണ് പതിവ്. ഭരതൻ ഇത് ചുമട്ട് പിടിച്ച് നടക്കുമ്പോൾ വഴിയിൽ വല്ല ഉറുമ്പൊക്കെ വന്നു കഴിഞ്ഞാൽ ചവിട്ടാതിരിക്കാൻ വേണ്ടി ചാടും. അറിയാണ്ട് ചവിട്ടി ഉറുമ്പ് ചാവരുത്. അപ്പോൾ എന്ത് ചെയ്യും? ഇങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ ഇങ്ങനെ ചാടിയാൽ അകത്തിരിക്കുന്ന ആൾ കുലുങ്ങും. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര ഒട്ടും സുഖമില്ലാതായി. യാത്ര ഒരു തരത്തിലും സുഖമില്ലാണ്ടായി. അപ്പം ആ ഒരു ഒഴുക്കിൻ്റെ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു സുഖം നഷ്ടപ്പെട്ടപ്പോൾ ഈ രാജാവിന് ഭയങ്കര ദേഷ്യം വന്നു. ആ ചുമട്ടുകാരെ മുഴുവൻ ചീത്ത പറഞ്ഞു. എവിടെ നോക്കിയിട്ടാണ് ഈ പല്ലക്ക് ചുമക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, എപ്പോഴും ഈ പണിക്കാർക്കൊരു സ്വഭാവമുണ്ട്, ഒരാളുടെ തെറ്റിനെ എല്ലാവരും കൂടെ ചൂണ്ടിക്കാണിച്ച് വലുതാക്കി പറയും. ഞങ്ങളുടെ കുഴപ്പമില്ല, ഞങ്ങൾ വളരെ വൃത്തിയായിട്ട് ചെയ്ത്, ഇപ്പോൾ വന്നിട്ടുള്ള തടിയൻ അവൻ മര്യാദയ്ക്ക് നടക്കണില്ല എന്ന് പറയും. അവൻ ചാടിയിട്ടാണ് നടക്കണമെന്ന് പറയും. ഞങ്ങൾ വളരെ സൂക്ഷിച്ചിട്ടാണ് നടക്കണം, പക്ഷേ ഇവൻ ഒരുത്തം കാരണം പ്രശ്നമാണ്. ഇപ്പം 4 പേരിരുന്ന് ഭാഗവതം വായിച്ചാൽ ഒരാൾ ഒരു താളത്തിൽ വ്യത്യാസമായിട്ട് വായിച്ചാൽ എന്താ അവസ്ഥ? 4 പേരുടെ വായനയും കുളവും. അതേപോലെ തന്നെ ഹാർമണി ഇല്ലാത്തതാണ് പ്രശ്നം. അപ്പോൾ രാജാവ് ചിന്തിക്കണം എന്താ, 3 പേര് നന്നായിരുന്നാലും ശരിയല്ലാത്ത ഒരുത്തം വന്ന് ചേർന്ന ദോഷമാണ്. നമ്മളൊക്കെ പറയും ഒരു സമാജം ദുഷിക്കണം എങ്ങനെയാണ്? ഒരുത്തം കേടുള്ള ഒരുത്തം വന്നാൽ മതി, സംഘദോഷം എന്ന് പറയും. അത് വന്നാൽ ആ സ്ഥലം നശിച്ചു. അപ്പോൾ രാജാവിൻ്റെ മനസ്സിൽ തോന്നി ഈ ഒരുത്തം കാരണമാണ് ബാക്കിയുള്ളവർ കൂടെ മോശമാവണമെന്ന് പറഞ്ഞിട്ട്
അദ്ദേഹത്തിന് അങ്ങോട്ട് ദേഷ്യം വന്നിട്ട് ആ തല പുറത്തേക്ക് ഇട്ടിട്ട് പല്ലക്കിൻ്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, എടോ താനേ എവിടെ നോക്കിയിട്ടാ, അല്ല ക്ഷീണമുണ്ടോ, താൻ വല്ലാണ്ട് മെലിഞ്ഞാണല്ലോ ഇരിക്കണത് എന്ന് കളിയാക്കിയിട്ട് ചോദിച്ചു. കുത്തി പറഞ്ഞു, അത് നല്ല തടിയനാണ് ഭരതൻ, താൻ വളരെ മെലിഞ്ഞിട്ടാണല്ലോ ഇരിക്കണത് എന്ന് പറഞ്ഞു. ഇങ്ങനെ വ്യംഗ്യമായ ഭാഷയിൽ നമ്മൾ ഈ അർത്ഥം വെച്ച് പറഞ്ഞ മാതിരി കുത്തി പറഞ്ഞപ്പോഴും ഭരതന് ഒരു ഇതുമില്ല. ഭരതൻ അപ്പോഴും നിലത്ത് നോക്കി, ഉറുമ്പിനെ കണ്ട ചാടി, പാറ്റ പോവുകയാണെങ്കിൽ ചാടി, പഴുതാര പോവുകയാണെങ്കിൽ ചാടി ചാടി. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിനെ ആര് സ്തുതിച്ചാലും ആര് ചീത്ത പറഞ്ഞാലും ഒന്നും അദ്ദേഹത്തിന് യാതൊരു വിഷയമല്ല. അതുകൊണ്ട് ആ പല്ലക്ക് പിന്നെയും ഇളകി മറിഞ്ഞ് പോയിക്കൊണ്ടിരുന്നു. രാജാവിൻ്റെ കോപം ഇരട്ടിച്ച് വന്നു. അയാൾ നിർത്ത് എന്തായി കാണിക്കണേ, നിൻ്റെ മരണം എടുത്തിട്ടുണ്ടതുകൊണ്ട്, അതുകൊണ്ടാണ് നീ ഞാൻ പറഞ്ഞത് അനുസരിക്കാത്തത്. നിന്നെ ഉടനെ തന്നെ ഞാൻ കാലൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ട് എന്ന് വളരെ രൂക്ഷമായ ശബ്ദത്തിൽ പറഞ്ഞ സമയത്ത് ജഡഭരതൻ ആ പല്ലക്ക് പിടിച്ച് അവിടെ നിന്നു. അദ്ദേഹം അങ്ങനെ നിന്നിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞു, അല്ലയോ രാജാവേ, അങ്ങ് പറയണത് ശരിയാണ്. ഒരു പക്ഷേ ജഡഭരതൻ്റെ ശബ്ദം അച്ഛനും അമ്മയും പോലും കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ജനിച്ചപ്പോൾ തൊട്ട് ഇങ്ങനെ കണ്ണും മിഴിച്ച് കിടക്കുന്നല്ലാണ്ട് വാ തുറന്നിട്ട് ഒരു ശബ്ദം ഉണ്ടാക്കാത്ത ആളാണ്. പിറന്നേ പിന്നെ ഇത് നടക്കുമ്പോൾ ഒരു 10, 40, 50 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അന്നാണ് ആദ്യമായിട്ട് അങ്ങ് പറഞ്ഞത് ശരിയാണ്, മരണത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ വായ തുറന്നു. ഇതുവരെ ആരും അദ്ദേഹത്തിനോട് മരണത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. മരണത്തിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം വായ തുറന്നു. ശ്രദ്ധിച്ച് കേൾക്കുക, ഇവിടുന്ന് അങ്ങോട്ട് അമൃതാണ് വരുന്നത്. രാജാവേ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഭാരം ചുമക്കണതും വഴി കൂടി നടക്കുന്നതും ഈ ശരീരമാണ് ഞാനെന്നുണ്ടെങ്കിൽ എനിക്ക് ഭാരം കൊണ്ടുള്ള ക്ലേശവും മാർഗത്തിൽ ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാവും. ഞാൻ തടിയനും ചെറുപ്പക്കാരനുമായിട്ട് പ്രയോജനം കാണില്ല എന്നാണല്ലോ അങ്ങ് പറഞ്ഞത്. അതും സത്യം. കാരണം വലിപ്പം, കൊഴുപ്പ്, പ്രായം ഇതൊക്കെ ശരീരത്തിൻ്റെയാണ്, ആത്മാവിൻ്റെ അല്ല എന്ന് ജ്ഞാനികൾ പറയണ്ടല്ലോ. അതാണ് പ്രധാന വാചകം. അപ്പോൾ ആ ഭഗവാൻ തന്നെ അത് സമ്മതിക്കണുണ്ടോ? കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആളാണ് അകത്തിരിക്കണത്. ഈ പറയണതിൻ്റെ ഒക്കെ ഫൗണ്ടൻ ഹെഡാണ് ആ ശ്രീകോവിലിൻ്റെ അകത്തിരിക്കണത്. സ്ഥൗല്യം കാർശ്യം വ്യാധയ ആധയശ്ച ക്ഷുദ്രഭയം കലിരിച്ഛാജരാജ നിദ്രാരതിർമന്യുരഹം മദശുജോ ദേഹേന ജാതസ്യ ഹിമേന സന്ധി. അതായത് സ്ഥൂലത, തടിച്ചിരിക്കുക, കൃശത, മെലിഞ്ഞിരിക്കുക, ആധി, ടെൻഷൻ, വ്യാധി, അസുഖങ്ങൾ, വിശപ്പ്, ദാഹം, പേടി, കലഹിക്കാനുള്ള സ്വഭാവം, ആഗ്രഹങ്ങൾ, ജര, നിദ്ര, പ്രേമം, കോപം, അഭിമാനം, ശോകം, ഇങ്ങനെ തുടങ്ങി സകലതും ഞാൻ ശരീരമാണെന്ന് വിചാരിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. ഒരു കാര്യം അവിടെ ഉണ്ടെങ്കിലും അത് ബാധിക്കുകയാണെങ്കിലേ പ്രശ്നമുള്ളൂ. ഇപ്പം പാമ്പ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും, പാമ്പ് ഇവിടെയുള്ള മാളങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ കാണും. അപ്പുറത്ത് സർപ്പക്കാവുണ്ട്. പണ്ട് ഇവിടെ എന്തായാലും കാടായിരുന്നിരിക്കണം. ഇപ്പോൾ ഒരു പാലയുടെ തൈയാണ് അവിടെ ഇരിക്കണമെന്നേ ഉള്ളൂ ശാസ്ത്രത്തിന്. സർപ്പം ഇവിടെ എവിടെയൊക്കെ ഉണ്ട്, പക്ഷെ കാണുമ്പോഴേ പേടിക്കുള്ളൂ. ഇതിപ്പോൾ ഇവിടെ ഇഴഞ്ഞു പോകുന്നുണ്ടാവും, നമുക്ക് കാണാൻ പറ്റുന്നില്ല അവരെ, ദിവ്യരൂപത്തിലുള്ള സർപ്പങ്ങളെ നമ്മൾ കാണുമ്പോഴേ പേടിക്കുന്നുള്ളൂ. അപ്പം അറിവുണ്ടായാലാണ് നമുക്ക് അതിൻ്റെ ബോധം ഉണ്ടാവുക. ശരീരം ആണ് ഞാൻ എന്നുള്ള അറിവുണ്ടാവുമ്പോഴാണ് ശരീരം അനുഭവിക്കേണ്ട സകല പ്രശ്നങ്ങളും അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കുന്നില്ല. അപ്പോൾ രാജാവേ, അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഞാൻ തടിയനായിരിക്കാം, എനിക്ക് നല്ല കാര്യശേഷിയും ആരോഗ്യമൊക്കെ ഉണ്ടാവാം, അങ്ങ് കളിയാക്കിയാൽ പറഞ്ഞെങ്കിലും ഇതൊക്കെ ദേഹത്തിൽ അഭിമാനിക്കണവർക്കാണ്. എനിക്കിതിൽ ലെവലേശമില്ല, എൻ്റെ മനസ്സ് ഇതിലൊന്നുമല്ല. അങ്ങ് ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യം പറഞ്ഞു, എന്നെ കാലപുരിക്ക് അയക്കുമെന്ന് പറഞ്ഞു. അത് തുടക്കമുള്ള ഏത് വസ്തുവിനും ഒരു ഒടുക്കുണ്ട്, അത് അതിൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് അതിൽ ആശ്ചര്യമോ പേടിയോ ഒന്നുമില്ല. അതായത് ഇന്ന് ജനിച്ചാൽ നാളെ മരിക്കണം, അത് 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ആത്മാവിൽ ആരോടും ഇയാൾ എൻ്റെ മുതലാളി, വേറൊരാളുടെ അടുത്ത് ഇയാൾ എൻ്റെ പരിചാരകൻ, ഈ ഭാവം എനിക്കില്ല. നീ രാജാവാണ്, ഞാൻ പ്രജയാണ്, ഇങ്ങനെയൊക്കെ ഭേദബുദ്ധിയുള്ള സ്ഥലത്ത് ഈ
പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. അങ്ങനൊരു ഭേദബുദ്ധി ഇല്ലാത്ത സ്ഥലത്ത് ആര് രാജാവ്, ആര് പ്രജ എന്നാ ചോദിക്കണം. അതുകൊണ്ട് നിനക്ക് എൻ്റെ മുതലാളിയാണെന്ന് ഉള്ളിൽ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് എന്താ ആഗ്രഹം അത് പറ, ഞാനത് നിനക്ക് പരിചാരകനെ പോലെ ചെയ്തു തരാം, ആ നിലയ്ക്ക് പറയേ എന്ന് പറഞ്ഞു. ഇതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, എവിടെയും സ്വാമിയും സേവകനും മുതലാളി തൊഴിലാളി ഈ ഭാവം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അതായത് സങ്കല്പിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ലോകത്തിൽ ആരും ആരുടെയും സ്വാമിയും അല്ല സേവകനും അല്ല. ആരും ആരുടെയും സ്വാമിയോ സേവകനോ അല്ല. ജഡഭരതൻ പറയുക, രാജാവേ, ഒരു രാജാവ് പകൽ 8 മണിക്കൂർ രാജാവിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. പകൽ 8 മണിക്കൂർ രാജാവിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. രാത്രി ഉറങ്ങുമ്പോൾ 8 മണിക്കൂർ രാജാവ് ആരുടെയോ വീട്ടിൽ അടുക്കളപ്പണി എടുക്കണം. സ്വപ്നത്തിൽ അടുക്കളപ്പണി എടുക്കണം. പാത്രം കഴുകണം, വീടടിച്ച് വാരണം, ഇതൊക്കെ ചെയ്യണം. വീണ്ടും രാവിലെ എണീക്കണം, 8 മണിക്കൂർ ഉണർന്നിരുന്നിട്ട് രാജാവിൻ്റെ ഡ്യൂട്ടി ചെയ്യണം. ഇനി വേറൊരു വേലക്കാരൻ പകൽ മുഴുവൻ 8 മണിക്കൂർ ആരുടെയൊക്കെയോ സേവനം ചെയ്യണു, പറമ്പിൽ പണിയെടുക്കണു, അടുക്കള പണിയെടുക്കണു, എന്തൊക്കെ ചെയ്യണു. രാത്രി ഉറക്കത്തിൽ അവൻ 8 മണിക്കൂർ രാജ്യത്തിൻ്റെ രാജാവായിട്ട് രാജ്യം ഭരിക്കുന്നു. വീണ്ടും രാവിലെ വന്ന് 8 മണിക്കൂർ അടുക്കള പണിയെടുക്കണു, പറമ്പിൽ പണിയെടുക്കണു. വാസ്തവത്തിൽ 2 കൂട്ടരും 16 മണിക്കൂർ ജോലി ചെയ്യണില്ലേ? 8 മണിക്കൂർ പകൽ രാജാവായിരിക്കണവൻ രാത്രി വേലക്കാരൻ്റെ ജോലി മനസ്സിൽ സ്വപ്നത്തിൽ ചെയ്യണു, ഈ മറ്റേ ആൾ തിരിച്ചും ചെയ്യണു. 2 പേരും തുല്യം തന്നെ. ഇതാണ് സംഭവിക്കുന്നതെന്നാണ്. ഇത് അവധൂത ദൃഷ്ടിയിൽ കാണുമ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. ഇതെന്താ വെച്ചാൽ നമ്മൾ സാധാരണക്കാർക്ക് അങ്ങോട്ട് വിഴുങ്ങാൻ പറ്റില്ല പെട്ടെന്ന്. ഇത് മനസ്സിലാവണമെങ്കിൽ മനസ്സാ പക്വതയിലെത്തണം. അതുകൊണ്ടാണ് ഞാൻ 1-ാം ദിവസം പറഞ്ഞത്, LKG UKG ഇരുന്ന് പഠിച്ച് ഇതിലേക്ക് എത്തണം. അല്ലാണ്ട് പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പറയരുത്. ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ മുതലാളിയോട് പോയിട്ട് ഈ പറഞ്ഞ ജഡഭരതൻ പറഞ്ഞൊന്നും പറയരുത്, പണി പോവും. പക്ഷേ അത് നമ്മുടെ ഉള്ളിൽ ബോധമായിട്ട് ഉണ്ടാവുകയും വേണം. അപ്പം ഈ 8 മണിക്കൂർ വീതം യഥാർത്ഥ കൂലിവേല ചെയ്യണവനും 8 മണിക്കൂർ വീതം യഥാർത്ഥത്തിൽ രാജാവായിട്ടിരിക്കണവരും വാസ്തവത്തിൽ സൂക്ഷ്മദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ കൽപ്പിക്കുന്നതാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആരാ രാജാവ്, ആരാ വേലക്കാരൻ എന്നാ ചോദിച്ചു. ജാഗ്രത്തിലെ വ്യവഹാരവും സ്വപ്നത്തിലെ വ്യവഹാരവും, ജാഗ്രതത്തിൽ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളതും സ്വപ്നത്തിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളതിനും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിൽ വ്യത്യാസമില്ല. കാരണം ഇത് തന്നെ ഒരു സ്വപ്നമാണ്. ഈ ഇരിക്കുന്നതും സ്വപ്നമാണ്, ഇതും കടന്നു പോകും എന്നാ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഉന്മത്തമത്ത ജഡവത്സ്വസംസ്ഥാം ഗതസ്യമേ വീരചികിത്സിതേന അർത്ഥഖ്യാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്തസ്യ ചപിഷ്ടപേഷ. ഞാൻ ഉന്മത്തനാണ്, ഭ്രാന്ത് പിടിച്ചവനെ മാതിരിയാണ് എൻ്റെ അവസ്ഥ. മത്തനാണ്, കള്ളു കുടിച്ച് കിക്കായി നടക്കണവനെ പോലെയാണ്. എന്നാൽ അതേസമയം ഞാൻ ജഡനുമാണ്, അനങ്ങാണ്ടിരിക്കും. സ്വന്തം ആത്മാവിലാണ് ഞാൻ സ്ഥിതി ചെയ്യണം. അങ്ങനെയുള്ളവനെ ശിക്ഷിച്ചിട്ട് രാജാവേ നിങ്ങൾക്ക് എന്ത് ലാഭമാണ് കിട്ടുക? അതായത് ഒരുത്തനെ നമ്മൾ കൊച്ചു കുട്ടികളെ അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ കല്ല് പോലെ ഇരിക്കും, നോക്കും. അപ്പോൾ വേദനിച്ചിട്ടില്ല എന്ന് കാണുമ്പോൾ ഒന്നുകൂടെ കൊടുക്കും. വേദനിപ്പിച്ച് കരയിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് വീണ്ടും അടിക്കുന്നത്. ശിക്ഷയ്ക്ക് വേണ്ട അടി കൊടുത്തു കഴിഞ്ഞു, പക്ഷെ എന്നിട്ടും അവൻ വേദനിച്ച് കരഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഈ അച്ഛനോ അമ്മയോ ഒന്നുകൂടെ കൊടുക്കും. എന്താ കരയാത്തതെന്ന് ചോദിച്ചിട്ട്. കണ്ടിട്ടുണ്ടോ? അപ്പോൾ അനുഭവിപ്പിക്കുകയാണ്. ആ അനുഭവിപ്പിക്കൽ നടത്തണമെങ്കിൽ ഈ വ്യക്തി ദേഹബോധമുള്ളവനായിരിക്കണം. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് ചോദിക്കണേ, എന്നെ ഇപ്പോൾ കൊന്നിട്ടും കാര്യമൊന്നുമില്ല. കാരണം ശരീരമാണ് ഞാൻ എന്ന് ചിന്തിക്കണവനെ ശരീരം നഷ്ടപ്പെടുന്നതിൽ വിഷമം ഉണ്ടാവുള്ളൂ, ജീവൻ പോണേൽ വിഷമം ഉണ്ടാവുള്ളൂ. എനിക്ക് ജീവൻ പോണേൽ ഒരു വിഷമവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല. അതുകൊണ്ട് എന്നെ കൊന്നിട്ട് കാര്യമുണ്ടോ എന്നാ ചോദിക്കുന്നത്. നഷ്ടപ്പെടുന്നു എന്നുള്ള ബോധമുള്ളവനല്ലേ. നമ്മൾ പറയില്ലേ ഇടയ്ക്ക്, കളിക്കണ്ട കേട്ടോ, എനിക്ക് തലയ്ക്ക് മേലെ ആകാശം താഴെ ഭൂമി, എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് പറയും. ഈ നഷ്ടപ്പെടാനൊന്നുമില്ല എന്ന് പറയണത് അവനവൻ്റെ ശരീരത്തെക്കുറിച്ച് ആക്കാനാണ് ഈ ഭാഗവതാദികളൊക്കെ. നമ്മൾ ബാക്കിയുള്ള കാര്യത്തിലേ ആ ഡയലോഗ് അടിക്കുള്ളൂ. ശരീരം വിടുന്ന കാര്യം വന്നു കഴിഞ്ഞാൽ ഒക്കെ ഒട്ടും കംപ്ലീറ്റ് പോയി. നേരെ മറിച്ച് ഭാഗവതം പോലുള്ള അല്ലെങ്കിൽ ഭഗവത്ഗീത പോലുള്ള ഏത് ശാസ്ത്രം, ഏത് സത്സംഗത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യതാണ് ശരീരം പോണതും ഒരു കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിൽ. ഇതാണല്ലോ അർജുനനോട് ആദ്യമേ പറഞ്ഞു കൊടുക്കുന്നത്. ആദ്യത്തെ അധ്യായങ്ങളിൽ മുഴുവൻ ഗീതയിൽ പഠിപ്പിക്കുന്നതാണ്. അപ്പം
സ്ഥിതപ്രജ്ഞൻ്റെ അഥവാ ജീവൻ മുക്തൻ്റെ ദശയെ കാണിക്കാനാണ് ഈ സ്വസംഗസ്ഥാംഗതസ്യ. ഈ ശ്ലോകം വളരെ വിശേഷമാണ്. അവധൂത ധർമ്മത്തിൽ സ്ഥിതപ്രജ്ഞനെക്കുറിച്ച് പഠിപ്പിക്കണതിൽ ഏറ്റവും വിശേഷപ്പെട്ട ഭാഗവത ശ്ലോകം ഇപ്പം ഞാൻ ചില ഉന്മത്തമത്ത ജഡവത്സ്വസംസ്ഥാംഗതസ്യ മേ വീര ചികിത്സിതേന ഈ ശ്ലോകമാണ്. അപ്പം അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുന്നവർ നിഷ്കർഷയായിട്ട് ബൈഹാർട്ടാക്കി പഠിച്ചിട്ട് ഉരുവിട്ട് അർത്ഥം ചിന്തിക്കേണ്ട ശ്ലോകമാണ്. ആത്മജ്ഞാനം ഉണ്ടാവുക എന്നുള്ളത് എളുപ്പമാണ്. അത് ശുഗമഹർഷി തന്നെ പറഞ്ഞ മാതിരി ഒരു പക്ഷി പെട്ടെന്ന് പറക്കണ മാതിരി അത്ര നമുക്ക് ബ്രഹ്മബോധം വരിക. ടപ്പെന്ന് വരും, വിഹംഗഗതി എന്ന് പറയും. ഇങ്ങനെ പറക്കുമ്പോൾ ടം എന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇപ്പോൾ രമണൻ ഉച്ചയ്ക്ക് ഒരു ഉറങ്ങി എണീച്ചപ്പോൾ അദ്ദേഹത്തിന് അത് കിട്ടി. പക്ഷെ ബുദ്ധിമുട്ട് എവിടെ അറിയോ? ഇതിനെ നിലനിർത്തണല്ല. അതുകൊണ്ടാണ് എത്ര വലിയ ആത്മജ്ഞാനം കിട്ടിയിട്ടുള്ള ആളും പിന്നെയും ചിലപ്പോൾ താഴേക്ക് വീഴും. ഭരതൻ മാനിനെ കണ്ടപ്പോൾ പോയില്ലേ കയ്യിൽ നിന്ന്, എന്നിട്ടല്ലേ ഇപ്പം ഇത്ര എത്തിയത്. മാനിൻ്റെ കഥ ഓർമ്മയില്ലേ ഇന്നലെ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം ഓൾറെഡി ആത്മജ്ഞാനി ആയിരുന്നു. എന്നിട്ട് മാനിനോടുള്ള അഫെക്ഷൻ വന്നപ്പോൾ അദ്ദേഹം വന്ന് വീണതാണിതിൽ. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഓരോ ജീവനും പല തട്ടുകളിലാണ് ബോധം നിൽക്കുന്നത്. ആത്മജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ചിട്ടയായിട്ടുള്ള ജീവിതക്രമമുള്ള മഹാന്മാർ കുറവാണ്. പ്രസംഗിക്കും, അല്ലെങ്കിൽ അവർക്ക് അനുഭവം ഉണ്ടാവും, എന്നാലും അതിനെ എപ്പോഴും പിടിച്ചു നിർത്താൻ അവർക്ക് സാധിക്കില്ല. അവരെ ആരെങ്കിലും പോയി വെട്ടി അവർ ചിലപ്പോൾ നിലവിളിക്കും വേദനിച്ചിട്ട്. കാരണം ശരീരബോധം പോയിട്ടില്ല. ആദ്യത്തെ 3 ദശ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി കഴിഞ്ഞിട്ട് 4ാമത്തെ ദശ എത്തുമ്പോൾ സമാധി എന്ന് പറഞ്ഞ അവസ്ഥ എത്തുമ്പോൾ ജ്ഞാനം തന്നെ വരും. ജ്ഞാനം വന്നു കഴിഞ്ഞാൽ അതിനെ നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളതിൻ്റെ ആ അഭ്യാസം തുടരണം എന്നാണ്. അപ്പോൾ 5ഉം 6ഉം 7ഉം എത്തുമ്പോൾ ജീവൻ മുക്തിയിലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ആനന്ദത്തിൻ്റെ തട്ടുകളാണ്. അതും ഞാൻ നേരത്തെ ഇന്നലെ പറഞ്ഞ പടി 6ഉം പിന്നെ 7ാമത്തെയും അത് നിലനിൽക്കും. സദാ ഉന്മത്തനായിരിക്കും, സദാ ഇങ്ങനെയായിരിക്കും. ഋഷഭൻ എങ്ങനെയായിരുന്നു? ഭരതൻ്റെ അച്ഛൻ ഇന്നലെ പറഞ്ഞു തന്നു എന്തായിരുന്നു അവസ്ഥ എന്ന്. ആ അവസ്ഥയോ അങ്ങനെ 5ാമത്തെ സ്റ്റേജിലെത്തുമ്പോൾ ഈ ഇരിക്കുന്ന ലൈഫ് തന്നെ സമാധി അനുഭവിച്ച് അതിൽ സ്ഥിരത കൈവരിച്ചു കഴിഞ്ഞാൽ 5ാമത്തെ സ്റ്റേജ് എത്തുമ്പോൾ, സമാധി 4ാമത്തെയാണ്, 5ാമത്തെ സ്റ്റേജിൽ നമ്മൾ അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, വസ്ത്രം ധരിക്കുന്നുണ്ട്, സിനിമയ്ക്ക് പോകുന്നുണ്ട്, കാർ ഓടിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്. ഒക്കെ സ്വപ്നം നമ്മൾ കാണുമ്പോൾ എന്ത് ഫീലാണോ അതുമാതിരി സ്വപ്നം 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 ഇതൊക്കെ സ്വപ്നമായിട്ട് തോന്നും. ഇപ്പം നമ്മൾ ഇരിക്കണതൊക്കെ സ്വപ്നമായിട്ട് ഉണർന്നിരിക്കുമ്പോൾ തന്നെ തോന്നാൻ തുടങ്ങും ബുദ്ധിയിൽ. അത് എനിക്കിപ്പോൾ പറയാനേ പറ്റുള്ളൂ. അനുഭവത്തിൽ വരുമ്പോൾ അത് വേറൊരവസ്ഥയാണ്. അതുകൊണ്ട് നമ്മൾക്ക് ഒരു ദുസ്വപ്നം കാണുമ്പോൾ നമ്മൾ മനസ്സിൽ പറയില്ലേ സ്വപ്നമാണ് സ്വപ്നമാണ് എന്ന് പറഞ്ഞാൽ ആശ്വസിക്കണ പോലെ നമുക്ക് ജീവിതത്തിൽ ഈ ലൈഫിൽ ദുരന്തമൊക്കെ വരുമ്പോഴും സ്വപ്നമായിട്ട് തന്നെ അത് അനുഭവപ്പെടുള്ളൂ. അത് വളരെ പ്രധാനമാണ്. 6ാമത്തേക്ക് എത്തുമ്പോൾ എന്തുണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഗാഠനിദ്രയിലായിട്ടുള്ള അവസ്ഥയും. മറ്റേത് കിടന്നുറങ്ങണയാണ്. സുഷുപ്തിയുടെ പോലെ തന്നെ ഉള്ളൊരവസ്ഥ ഫീൽ ചെയ്യും 6ാമത്തെ ദശയിൽ. ആ സമയത്ത് ഏകമായിട്ടുള്ള ആത്മാവിനെ അല്ലാണ്ട് ഒന്നും കാണില്ല. ആരെ നോക്കിയാലും ഞാൻ തന്നെ എന്ന് തോന്നാൻ തുടങ്ങും. ഇതൊക്കെ ഞാനല്ലേ എന്ന് തോന്നാൻ തുടങ്ങും. 7ാമത്തെ അവസ്ഥ എത്തുന്ന സമയത്ത് ആ ആത്മസ്വരൂപവും മറിഞ്ഞ ആനന്ദം മാത്രമാവും. നാളം മറിയും, പ്രകാശം മാത്രം ഉണ്ടാവും. ആ സമയത്താണ് ഇടമുറിയാത്ത ആനന്ദം, അഖണ്ഡ സച്ചിദാനന്ദം, അഖണ്ഡമായ സത്ത് ചിത്ത് ആനന്ദം, അഖണ്ഡ സച്ചിദാനന്ദം അനുഭവിക്കും. അത് ജീവൻ മുക്തൻ്റെ ലക്ഷണങ്ങളെയൊക്കെ പറ്റിയിട്ട് പഞ്ചദശിയിൽ വിദ്യാരണ്യ സ്വാമികൾ പറഞ്ഞ സാധാരണക്കാരനൊന്നും ആയിരുന്നില്ല, ചുമ്മാ ഒരു സന്യാസിയൊന്നുമല്ല. കാട്ടിൽ ആട് മേച്ച് നടന്നിരുന്ന ഹരിഹരനെയും ബുക്കനെയും പിടിച്ചിട്ട് വിജയനഗര സാമ്രാജ്യം ഉണ്ടാക്കിച്ചിട്ട് ഈ അന്യമതസ്ഥരായിട്ടുള്ള ആക്രമണകാരികളെയൊക്കെ നാട്ടിൽ നിന്ന് തുരത്തിയ ആളും ചെറിയ ആളൊന്നുമല്ല. വെറും ഒരു ചുമ്മാ സന്യാസിയല്ല, പണിയെടുക്കുന്ന സന്യാസിയായിരുന്നു. രാഷ്ട്രത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്ത ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ വേദാന്ത കൃതിയാണ് പഞ്ചദശി. അതായത് വിജയനഗരത്തിൻ്റെ കുലഗുരുവായിരുന്നു, ആദ്യത്തെ കുലഗുരു. ശങ്കര പരമ്പരയിൽ ശൃംഗേരി പീഠത്തിൻ്റെ അധിപതിയായിരുന്നു.
വിദ്യാരണ്യൻ. ആ വിദ്യാരണ്യസ്വാമികൾ ജീവൻ മുക്തി വിവേകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഈ ജീവൻ മുക്തന്മാരുടെ അവസ്ഥ എങ്ങനെയാ വെച്ചാൽ, ഇവർ സുഷുപ്തിയിലാണെങ്കിലും ഇവർ ഉറങ്ങുകയാണ്, പക്ഷെ ഇവരെ പോലെ ഉണർന്നവർ വേറെ ഇല്ല എന്ന്. അല്ല, കവിത മനസ്സിലാവുണ്ടോ? ഇവരെ കണ്ട ഉറങ്ങണവരെ പോലെ ഇരിക്കും, ഇങ്ങനെ ഇരിക്കും, പക്ഷെ ഇവരെ പോലെ ഉണർന്നവർ വേറെ ഇല്ല എന്ന് പറയണം. ആ ജാഗ്രത അവസ്ഥയെ, നമ്മൾ അറിയണ ജാഗ്രത അവസ്ഥയെ അവർക്കറിയില്ല. നമ്മുടെ ഉണർച്ച എന്ന് പറയുന്നത് അവർക്കൊന്നുമല്ല. നമ്മൾ ഉണർന്നിരിക്കണമെന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർ മറന്നിരിക്കുന്ന കാര്യമാണ്. അതിൻ്റെ അപ്പുറത്തേക്കുള്ളൊരു ഉണർവിലാണ് അവരിയ്ക്കണതെന്നാണ് പറയണത്. അവരുടെ ഉള്ള ആകാശം പോലെ, ഒരു തരി പോലും മേഘമില്ലാത്ത ആകാശം ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. അതുപോലെ കണ്ണാടി പോലുള്ള ആകാശമായിരിക്കുന്നത് അവരുടെ മനസ്സ്. അവരെ കൊണ്ട് ലോകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല, ലോകത്തിനെ കൊണ്ട് അവർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഈ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ എന്താ? ഇനിയിപ്പോൾ ലോകത്തിലുള്ളവർ അവരെ കല്ലും മണ്ണൊക്കെ വലിച്ചെറിഞ്ഞാലും അവരെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല. അതാണ് അർത്ഥാക്കണത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ പണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് ഭീമാപ്പള്ളിയുടെ അടുത്ത് കാലടി മസ്താൻ എന്ന് പറഞ്ഞിട്ടൊരു സിദ്ധനുണ്ടായിരുന്നു. സൂഫി സിദ്ധനായിരുന്നു അദ്ദേഹം ആർക്കും ഉപദ്രവമൊന്നും ചെയ്യില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയാൽ അദ്ദേഹം മണൽ വാരി എറിയും, അല്ലെങ്കിൽ കല്ല് വലിച്ചെറിയും, അല്ലെങ്കിൽ വടിയെടുത്തൊരു ഒറ്റ അടി അടിക്കും. അദ്ദേഹത്തിൻ്റെ നിന്ന് അടി കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറും. അടി കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോവും. ഇപ്പോൾ ശ്രീയമ്മനൊക്കെ ചെകിടത്ത് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നിന്ന്, ചെകിട് നോക്കിയിട്ട് കൊടുത്തു. അങ്ങനത്തെ ആൾക്കാരുണ്ട്. കാശിയിലൊക്കെ പോയാൽ കാണാം. ചിലർ തലക്കടിക്കും, നിറുകം തലയ്ക്ക് വടി വെച്ച് ടേന്ന് വന്നിട്ടൊന്ന് തരും. അതിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുള്ള ക്ലിയറാവും. തമാശ പറഞ്ഞാലേ, അത് അവരുടെ ശക്തിപാതം സംഭവിക്കുന്നത് അങ്ങനെയാണ്. നമ്മൾ ഹ്യൂമറസായിട്ട് തമാശയായിട്ടും വളരെ വിചിത്രമായിട്ടും കാണുന്നത് പലതും പ്രപഞ്ചത്തിൽ വളരെ സാധാരണമാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, പെന്നേലും പ്രായം കൊണ്ട് എത്രയോ മുതിർന്നവർ, എൻ്റെ അമ്മമാരോ അച്ഛന്മാരൊക്കെ ആവേണ്ട ആൾക്കാർ വരെ ഈ സദസ്സിലുണ്ട്. വളരെ വിനയത്തോടെ ഞാൻ പറയുകയാണ്, നമ്മൾ ഇത്ര കാലം ജീവിച്ചതും കണ്ടതുമാണ് നോർമൽ എന്ന് ജന്മത്ത് വിചാരിക്കല്ലേ. ഒരിക്കലും വിചാരിക്കരുത് ഇതാണ് നോർമലായിട്ടുള്ള വേൾഡ് എന്ന്, ഇതാണ് സാധാരണ ലോകം എന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഈ കാണാവുന്നവർ മാത്രമേ ഇവിടെ ഇരുന്നത് കേൾക്കുള്ളൂ എന്നും വിചാരിക്കരുത് കേട്ടോ, ഒരു കാരണവശാലും. ഇവിടെ ആകെ 100-200 പേരേ ഉള്ളൂ എന്ന് ജന്മത്ത് വിചാരിച്ചു പോകരുത്. നമ്മുടെ വിചാരം നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ കാണിക്കണോ ആരും അറിയണില്ല, ലോകം മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ, നമ്മളിത് അറിയുന്നേ ഇല്ല. മനുഷ്യൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അവിടെയാണ്. അതുകൊണ്ട് നമ്മൾ നോർമലാണെന്ന് വിചാരിക്കണതാണ് ഉയർന്ന തലങ്ങളിൽ അബ്നോർമൽ. അവരുടെ അബ്നോർമലാണ് നമ്മുടെ നോർമൽ. അവരുടെ നോർമൽ നമുക്ക് അബ്നോർമലാണ്. നമുക്കൊക്കെ പ്രശ്നമാണ്. നമുക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഇന്നത്തെ കാലത്ത് എല്ലാവരും ചോദിക്കും, ഇന്നത്തെ കാലത്ത് ഞാൻ സകല സ്ഥലത്തും കാണിക്കാറ്, താഴെ വീണു, ഇത് പൊക്കി വിട്ടാൽ താഴെ വീഴും. ഒരു 10,000 കൊല്ലം മുമ്പ്, 1,00,000 വർഷം മുമ്പും ഒരു സാധനം ഇങ്ങനെ ഇട്ടാൽ താഴെ വീഴും. ഇപ്പോഴും ഇട്ടാൽ താഴെ വീഴും. ഇനി 1,00,000 വർഷം കഴിഞ്ഞിട്ട് താഴേക്കിട്ടാലും താഴെ വീഴും. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് ഒരു മാറ്റവും വരില്ല. പ്രകൃതിയുടെ ഒരു നിയമവും മാറില്ല. മനുഷ്യൻ പുരോഗമിച്ചു എന്ന് മനുഷ്യൻ സ്വയം വിചാരിച്ചുകൊണ്ട് പ്രകൃതിയുടെ നിയമങ്ങൾ മാറുമെന്ന് വിചാരിക്കണ്ട. പണ്ട് എന്തൊക്കെ നടന്നുണ്ടോ അതൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, നാളെയും നടക്കും. ദേവഗന്ധർവ കിന്നര മനുഷ്യാദികൾ ഒക്കെ സഹവർത്തിത്തോടുകൂടി ജീവിച്ചിരുന്ന പോലെ ഇന്നും ജീവിക്കുന്നുണ്ട്. നമുക്ക് കാണാനും അറിയാനും സാധിക്കുന്നില്ല എന്ന് വെച്ചിട്ട് ഇതൊന്നും ഇല്ല. അങ്ങനെയൊക്കെ ഉണ്ടോ ഇന്നത്തെ കാലത്ത് ചോദിക്കുന്ന ആൾക്കാരെ വിഡ്ഢി എന്നല്ലാണ്ട് വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല. ഭഗവാൻ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഏതൊരു കാര്യത്തിലും നമ്മുടേതായിട്ടുള്ള അഭിപ്രായ രൂപീകരണം നടത്താൻ. നമ്മുടെ കണ്ണിന് കാറ്ററാക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ കണ്ണിന് വെള്ളെഴുത്തുണ്ടാവും, അല്ലെങ്കിൽ കണ്ണിന് ലോങ് സൈറ്റോ ഷോർട്ട് സൈറ്റോ വാട്ടവർ നമ്മൾ ഇംഗ്ലീഷ് വിളിക്കുന്നത് എന്തോ, അതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെ ആ സാധനം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? വേറൊരു ആൾക്കാർ കാണുന്നുണ്ടത്, അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ മൂക്കിന് മണത്താ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇന്ന മണം വരുന്നില്ലേ ചോദിച്ചാൽ ഒന്നുമില്ല എന്ന് പറയും. എല്ലാവരെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ഇന്ദ്രിയങ്ങളിൽ കൂടെ അറിയണത് മാത്രമാണ് ശരിയെന്ന വിചാരം. ആ ഇന്ദ്രിയങ്ങൾക്ക് ഡിഫക്റ്റ് ഉണ്ടോ എന്ന് അറിയണില്ല. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ഡിഫക്റ്റ് ഉള്ളൊരു വസ്തുണ്ട്. ഏതാ? മനസ്സ്.
മനസ്സിനോളം ഡിഫക്റ്റുള്ളൊരു സാധനം വേറെയില്ല. ഒരു കുഴപ്പം പിടിച്ച സ്കെയിലാണ്. ഒരു തെറ്റായിട്ടുള്ള മുഴക്കോല് കൊടുത്താൽ ഒരാശാരി പണിയണ ഫർണിച്ചറിനോ അല്ലെങ്കിൽ സ്ഥാപത്യം നോക്കണ വീടിൻ്റെ കണക്കിനോ തെറ്റുണ്ടാവില്ലേ? ഇതുപോലെയാണ് മനസ്സ്. ശുദ്ധവും ഒരിക്കലും ആർക്കും നിർവചിക്കാനുമാവാത്ത പരബ്രഹ്മത്തിനെ ഈ ഡിഫക്റ്റുള്ള മനസ്സ് വെച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കാൻ നോക്കണത്. എങ്ങനെയാണ് പിന്നെ ശരിയാവുക? ഡിഫക്റ്റുള്ളൊരു വസ്തു വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അപൂർണമായിട്ടുള്ള ഒരു അളവുകോല് വെച്ചിട്ട് പൂർണ്ണമായിട്ടുള്ളൊരു വസ്തുവിനെ എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? അതുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കരുത്, നിൽക്കരുത്. ചര്യ, ഉപാസന, സ്മരണ, സമർപ്പണം, ഇത് ചെയ്തുകൊണ്ടിരുന്ന താനെ ആ അവസ്ഥ ലഭിക്കുകയുള്ളൂ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ധ്യാനിക്കാൻ പറ്റില്ല. ഓരോരുത്തർ ഓരോ പുസ്തകം വായിച്ചിട്ട് ഓരോ മണ്ടത്തരം വന്ന് ചോദിക്കും. ഞാൻ മണ്ടത്തരം എന്ന് പറയാറില്ല, അവരവരുടെ പുസ്തകം വായിച്ച രീതിക്ക് പറയണമെന്ന് മാത്രം. ഞാനും അനവധി മണ്ടത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴും മണ്ടത്തരങ്ങൾ പറയാറുണ്ട്. പക്ഷെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ അത് അപ്പപ്പ നല്ല അടി തന്ന് കാണിച്ചു തരും. കണ്ണും കാതും നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഭഗവാനെ ഗുരുസ്ഥാനത്ത് പ്രതിഷ്ഠിച്ച അദ്ദേഹത്തെ പോലെ ഒരു മഹാനായ ഗുരുവിനെ മനുഷ്യരുടെ ഇടയിൽ കിട്ടില്ല. വ്യക്തിപരമായിട്ട് എനിക്ക് മനുഷ്യ ഗുരുക്കന്മാരിൽ വിശ്വാസമില്ല. ഞാൻ ജന്മങ്ങളായിട്ട് അങ്ങനെയാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. മനുഷ്യ ഗുരുക്കർ വെറും ഉപാധികൾ മാത്രമാണ്, അവർ ടൂൾസ് മാത്രമാണ്. ഭഗവാന് മാത്രമേ കേവലജ്ഞാനം തരാൻ സാധിക്കുള്ളൂ. മനസ്സ് എത്രത്തോളം നമ്മൾ ഭഗവാങ്കലേക്ക് തുറന്നു വയ്ക്കണോ അതിൻ്റെ മുകളിൽ നമ്മുടെ സ്വന്തം ആത്മാവ് തന്നെയാണ് ഭഗവാൻ. ആ ഭഗവാന്റെ മുകളിൽ വേറൊരു ഗുരു ഇല്ല. ഭഗവത്ഗീത വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരൊറ്റ വരി എല്ലാ ദിവസവും ഞാൻ പറയുന്നുണ്ട്, മറക്കരുത്. ഉദ്ധരേതാത്മാനാത്മാനം, അവനവൻ്റെ ആത്മാവിനെ കൊണ്ട് അവനവൻ്റെ ആത്മാവിനെ പൊക്കുക. അതാണ് യഥാർത്ഥ ഗുരുനാഥൻ, ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇവിടെ ജഡഭരതൻ പറയണം, ജീവൻ മുക്തി കൊണ്ട് 5 പ്രയോജനങ്ങൾ കിട്ടുന്നുണ്ടെന്ന് അദ്ദേഹം സൂചന കൊടുക്കുന്നുണ്ട്. തെളിച്ച് പറയുന്നില്ല. അത് കപിലോപഖ്യാനത്തിലും വരുന്നുണ്ടത്. നമ്മൾ നേരത്തെ ഇന്നലെ പറഞ്ഞ അമ്മയുടെയും മകൻ്റെയും കഥയിലും അത് വരുന്നുണ്ട്. ദേവഹൂതിക്ക് ഉപദേശിക്കുമ്പോഴും 5 പ്രയോജനങ്ങൾ കിട്ടും ഒരു ജീവൻ മുക്തന്. ഒന്ന്, ജ്ഞാനരക്ഷ. കിട്ടിയ ജ്ഞാനം നഷ്ടപ്പെടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു 99% പേർക്കും കിട്ടുന്നുണ്ട്, പക്ഷേ പോകുന്നുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ കണ്ണടയ്ക്കുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും നമുക്കൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ പോയി. പിന്നെ അടുത്ത് രാമകൃഷ്ണ കഫേ പോയിട്ട് മസാല ദോശ കഴിക്കേണ്ട കാര്യമാണ് തലയിൽ വരിക. അതോടുകൂടിയിട്ട് അത് പോയി, ഗുരുവായൂരപ്പനെ കണ്ട ഫീല് പോയി. പക്ഷേ അവധൂതർക്ക് അങ്ങനെയല്ല, ജ്ഞാനരക്ഷയുണ്ട്, നഷ്ടപ്പെടുന്നില്ല. അത് കിട്ടിയത് പെർഫെക്റ്റായിട്ട് അവിടെയുണ്ട്. 2, ഇനി പുതിയ കർമ്മങ്ങൾ വരാതിരിക്കാനുള്ള തടസ്സത്തിനും എന്തെങ്കിലും പൂർവവാസന അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കാനുള്ള തപസ് നിഷ്ഠയായിട്ടുണ്ടാവും. ചിട്ടയിൽ മാറ്റം വരില്ല. പിന്നെ അനാവശ്യമായിട്ടുള്ള ഒരു വർത്തമാനത്തിലും ഒരു വാദത്തിലും അവരേർപ്പെടില്ല. നമ്മുടെ കാലഘട്ടത്തിൽ ആൾക്കാരുടെ വിചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അധ്യാത്മജീവിയാണെന്ന് കാണിക്കണമെങ്കിൽ 10 പേരുടെ അടുത്ത് ചെന്നിട്ട് ചില സിദ്ധാന്തങ്ങളൊക്കെ സംസാരിക്കുക. ബ്രഹ്മത്തിനെക്കുറിച്ച് അച്ഛൻ മക്കളെ ചോദ്യം ചെയ്ത കഥ ഞാൻ 1-ാം ദിവസവും 2-ാം ദിവസവും മഹാത്മ്യത്തിനും പറഞ്ഞു, 1-ാം ദിവസവും പറഞ്ഞു. 2 പേരെയും ബ്രഹ്മജ്ഞാനികളാകാൻ പറഞ്ഞു വിട്ടിട്ട് മൂത്തവൻ വന്നിട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു പഠിച്ചതൊക്കെ. ഏതൊക്കെ പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് ആ ശ്ലോകങ്ങൾ, അത് ഇത് മറ്റേത് മറിച്ചത്, ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, ഉറക്കത്തിൽ ഞാൻ ആരാണ്, സ്വപ്നത്തിൽ ഞാൻ ആരാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറഞ്ഞു. പക്ഷേ 2ാമത്തെ മകൻ തലയും കുമ്മിട്ട് താഴെ നോക്കിയിരുന്നു. അപ്പോൾ അച്ഛൻ പറയുക, 2ാമത്തവനെ കാണിച്ച് ഇവന് ബ്രഹ്മത്തെക്കുറിച്ച് കുറച്ചെന്തോ മനസ്സിലായിട്ടുണ്ട്. അതാണ് അവൻ ഒന്നും മിണ്ടാണ്ട് താഴോട്ട് നോക്കിയിരിക്കുന്നത്. ഇങ്ങനെയാണ് അറിവ് പുറത്തേക്ക് വരേണ്ടത്. അറിവ് വരേണ്ടത് മൗനത്തിലാണ്. ഏറ്റവും വലിയ അറിവൊക്കെ മൗനത്തിലേ വന്നിട്ടുള്ളൂ. എന്തിനാ ദക്ഷിണാമൂർത്തി ചിന്മുദ്ര പിടിച്ചിട്ട് മൗനത്തിലിരിക്കണത്? മഹാദേവന് വാതോരാണ്ട് സംസാരിക്കാമല്ലോ. ഭഗവാന്റെ മുകളിൽ അറിവുള്ള ആരെങ്കിലും ഉണ്ടോ ഈ പ്രപഞ്ചത്തിൽ? ആത്മാവ്, സകല വസ്തുക്കളെ ആത്മാവ്, നമ്മൾ ഓരോരുത്തരെയും ആത്മാവ്. അതുകൊണ്ടാണല്ലോ നമ്മൾ ശിവോഹം 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 എന്ന് പറയണത്. ആ ഭഗവാൻ ഒരക്ഷരം മിണ്ടാതെ, ഒരു പ്രമാണം പറയാണ്ട്, ചിന്മുദ്ര മാത്രം പിടിച്ചിട്ട് അഹങ്കാരമാകണ ഈ ചൂണ്ടുവിരലിനെ നീ 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 എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കണ ഈ ചൂണ്ടുവിരൽ, അതിനെ തള്ളവിരലാകുന്ന ബ്രഹ്മത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട്, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി അവസ്ഥകൾ 3 സമമായിട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം എന്താ? തെക്കോട്ട് മരണത്തിനെയും നോക്കിയിട്ട്.
മരണത്തിന് ആണ് ദക്ഷിണാമൂർത്തി, തെക്കോട്ട് നോക്കിയിരിക്കുക. ആ ഭഗവാനെ നമസ്കരിക്കൂ മനസ്സുകൊണ്ട് എല്ലാവരും. സ്ഫടികരചതവർണം മൗക്തികീമക്ഷമാലാം അമൃതകലശവിദ്യ ജ്ഞാനമുദ്രാം കരാഗ്രേ ദതതപുരകക്ഷം ചന്ദ്രചൂടം നിർനേത്രം വിധവിദോഷം ദക്ഷിണാമൂർത്തിമയുടെ. സനകാദികൾക്ക് ഉപദേശിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ അദ്ദേഹം ഭാണ്ഡീരമാണ് മഹാവടവൃക്ഷത്തിൻ്റെ താഴത്ത് തെക്കോട്ട് നോക്കിയിട്ട് ചിന്മുദ്ര പിടിച്ച് ഇരുന്ന ദിവസമാണ് ഗുരുപൂർണിമ. അതിനാണ് നമ്മൾ ഗുരുപൂർണിമ ആചരിക്കുന്നത്. നമ്മളിന്ന് അതിനെ വ്യാസമഹർഷിയുടെ പിറന്നാളായിട്ടാണ് പറയാറ്. വ്യാസന ദിവസം ജനിച്ചു എന്നേ ഉള്ളൂ. ലോകത്തിൽ ആദ്യത്തെ ഗുരു മൗനത്തിലിരിക്കണ ദക്ഷിണാമൂർത്തിയാണ്. മൗനത്തിലിരിക്കണവനെ മുനിയാവുള്ളൂ, അല്ലാത്തവൻ മുനിയല്ല. മൗനത്തിലാണ് എല്ലാം പറയാൻ പറ്റുക. മൗനത്തിലല്ലാണ്ട് ഒരു വാക്കുച്ചരിച്ചാൽ അവിടെ അതിനൊരു കുറവ് വന്നു. അപ്പോൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ മൗനമാണ്. ഇവിടെ വിസംവാദം ചെയ്യാണ്ടിരിക്കണതിൻ്റെ മഹിമയെക്കുറിച്ച് പറഞ്ഞു. ദുഃഖനാശം, ദുഃഖം ഖം എന്നുള്ള ഒരൊറ്റ അക്ഷരം വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു അല്ലേ? ദുഃഖം, സുഖം, നഖം, ഇതൊക്കെ പറഞ്ഞു. ഖേജരി ഇതൊക്കെ പറഞ്ഞിരുന്നു. ആ ഖ എന്നുള്ള ശബ്ദം ദുഃഖമില്ല, സുഖമില്ല, സദാ ഖം എന്ന അവസ്ഥ മാത്രമാണ്. ആകാശത്തിലിരിക്കുന്ന അവസ്ഥയാണ്. ഖം ച ആകാശം, ആകാശത്തിൻ്റെ ബീജമാണ്. അതിൽ സഞ്ചരിക്കുന്ന ഖേജരൻ സുബ്രഹ്മണ്യൻ മുരുകൻ. ആകാശത്തിൽ സഞ്ചരിക്കണവൻ. ഏതാകാശം? ചിതാകാശത്തിൽ. ചിതാകാശത്തിൽ നൃത്തം ചെയ്ത അവൻ ചിദംബരേശനായി, നടരാജനായി. ഒക്കെ ഒറ്റം തന്നെയാണ്, പല വിധത്തിൽ വിളിക്കണമെന്ന് മാത്രം. അങ്ങനെയൊക്കെ സംഭവിക്കുക മാത്രമല്ല, സദാ ആനന്ദം ഒരു ഫൗണ്ടൻ ഓണാക്കി വെച്ച മാതിരി ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ജീവൻ മുക്തന്മാരുടെ ഉള്ളിൽ. അവർക്ക് നിരാശകളില്ല, ആശകളുമില്ല. അപ്പം കപിലോപഖ്യാനം 3-ാമത്തെ സ്കന്ധം 28-ാമത്തെ അധ്യായത്തിൽ 37-38 ശ്ലോകങ്ങളിൽ പറഞ്ഞത് തന്നെയാണ് വിദ്യാരണ്യസ്വാമികൾ ഈ ജീവൻ മുക്തി വിവേകത്തിലും പറയണത്. ഇവിടെ ജഡഭരതൻ്റെ ചരിത്രം പറയുമ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി വ്യാസമഹർഷി ആവർത്തിക്കുന്നത്, ഭാരം തോന്നുന്നത് ശരീരത്തിൻ്റെ തോന്നലാണ്. ശരീരബോധമില്ലാത്തവന് ഭാരം ഫീലാവില്ല. അത് ആ അവസ്ഥ എത്തുമ്പോഴേ അറിയുള്ളൂ. നമ്മൾ അങ്ങനെ തോന്നുന്നില്ല, ഞാൻ ശരീരമല്ല എന്നൊക്കെ സങ്കല്പിച്ചുണ്ടാക്കിക്കൊണ്ടിരുന്നാലും അനുഭവത്തിൽ വരാത്തടത്തോളം കാലം നമ്മുടെ തലയിൽ പാറക്കല്ല് വെച്ചാൽ നമ്മൾ മുതുകിടിഞ്ഞ് താഴെ വീഴും. പക്ഷെ അത് അനുഭവത്തിൽ വന്നവൻ്റെ തലയിൽ വലിയ പാറക്കല്ലെടുത്ത് വെച്ചാലും അവൻ അത് നിഷ്പ്രയാസം പൊക്കും. ഇങ്ങനെ ശരീരബോധം ഒട്ടുമില്ലാത്തവനായതുകൊണ്ടാണ് ഗന്ധമാദന പർവ്വതത്തിനെ പറിച്ചെടുക്കാൻ ഹനുമാന് സാധിച്ചത്. ഹനുമാന് ശരീരബോധമില്ല, ഒട്ടുമില്ല. ശരീരബോധമുള്ള ഒരുത്തരും ഒരിക്കലും പർവ്വതം പറിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഹനുമാൻ അവധൂതന്മാരുടെ രാജാവാണ്, ബ്രഹ്മജ്ഞാനികളുടെ രാജാവാണ് ഭഗവാൻ. ആ ഭഗവാനെ മനസ്സുകൊണ്ട് എല്ലാവരും നമസ്കരിക്കുക. കഴുതയ്ക്ക് കൂടുതൽ ഭാരം ചുമക്കാൻ സാധിക്കും, കാളയ്ക്കും ആനയ്ക്കും ശരീരഭാരത്തിനനുസരിച്ച് കൂടുതൽ ഭാരം വഹിക്കാൻ പറ്റും. എന്നാൽ ആകാശത്തിലേക്ക് ഒരു കല്ലെറിഞ്ഞാൽ വായു ചുമക്കുന്നില്ല, കല്ല് താഴെ വന്ന് വീഴും. പക്ഷേ ഈ ഭൂമി മുഴുവൻ അതേസമയം ഇതേ ആകാശത്തിലാണ് സ്ഥിതി ചെയ്യണത്. അത് സെക്കൻഡിൽ എത്രയോ കിലോമീറ്റർ വേഗതയിലാണ് ഈ ആകാശത്ത് സഞ്ചരിക്കുന്നത്. ഭൂമി താഴേക്ക് വീഴുന്നില്ല. ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കല്ലെടുത്തിട്ട് ആകാശത്ത് കിട്ടാൻ താഴേക്ക് വീഴും. ഭൂമി മൊത്തം ആകാശത്തിൽ സ്ഥിതി ചെയ്യണു, താഴേക്ക് വീഴുന്നില്ല. അപ്പം ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ആചാര്യന്മാർ. മിഠായി തലയിൽ വെച്ച് നടന്നാൽ ഭാരം തോന്നും, ചെറിയൊരു ഭാരം തോന്നും തലയിൽ മിഠായി. അത് തിന്നു കഴിഞ്ഞാൽ ഭാരം തോന്നുമോ? തിന്നു കഴിഞ്ഞാൽ ഓ എനിക്ക് ഇത്തിരി ഭാരം കൂടി എന്ന് ആർക്കും ഫീൽ ചെയ്യാറില്ല. ഇതുപോലെ ഈ മിഠായിയുടെ ഭാരം ശരീരത്തിലേക്ക് ലയിച്ച് ചേരുന്നത് പോലെയാണ് അത്രേ. ശരീരബോധം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ഭാരമല്ലാണ്ടായിട്ട് അത് ലയിച്ച അവസ്ഥയോ. ഇങ്ങനെ ജഡഭരതൻ ശരീരത്തിൻ്റെ എന്താ പറയുക നിഷ്ഫലതയെക്കുറിച്ച് രഘുഗണന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് വീണ്ടും പല്ലൊക്കെ എടുത്തിട്ട് ചുമന്ന് നടക്കാൻ തുടങ്ങി. രഘുഗണൻ ശ്രദ്ധാലുവായിട്ടുള്ള ആളും തത്വജ്ഞാനിയും, എന്തൊക്കെയോ കുറേ പുസ്തകം വായിക്കുക, ആരുടെ എന്തൊക്കെയോ കുറച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ കേട്ടിട്ട്
ഏകദേശം നമ്മുടെയൊക്കെ അവസ്ഥയിലുള്ള ആളായിരുന്നു. അപ്പോൾ മൂപ്പർക്ക് കുറച്ച് സംശയങ്ങളൊക്കെ വന്നു. അപ്പോൾ മൂപ്പർ ഈ പറഞ്ഞ മാതിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ആഗ്രഹമുണ്ടായി അദ്ദേഹത്തിന്. ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുക അപൂർണതയുള്ളവനെ ചോദ്യം ചോദിക്കുള്ളൂ. അതൊരു കുറ്റമല്ല, പൂർണ്ണത എത്താൻ വേണ്ടിയിട്ടാണ് ചോദിക്കേണ്ടത്. പക്ഷേ താൻ പൂർണ്ണതയിൽ എത്താൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിക്കണം എന്നുള്ള ബോധം ചോദിക്കണവനുണ്ടാവണം. അല്ലാണ്ട് എനിക്കും കുറച്ചൊക്കെ അറിയാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ആരാണെന്ന് മനസ്സിലാക്കാതെ ആ വ്യക്തിയെ പരീക്ഷിക്കാൻ ചോദ്യം ചോദിച്ചാൽ പണി കിട്ടും. KP നാരായണപിഷാരടി മാഷെ പരീക്ഷിക്കാൻ പോയിട്ട് 6-ാം തമ്പുരാന് പണി കിട്ടിയ കഥയുണ്ട്. അതിവിടെ പറയാൻ പറ്റില്ല. പക്ഷേ അല്ല, എല്ലാവരും ആരാധിക്കുന്ന ബിംബങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറയാം. നാരായണപിഷാരടി മാഷ ഒരു പരമശാന്തനാണേ, സാധുവാ. പക്ഷേ അറിവിൻ്റെ കടലായിരുന്നു KP നാരായണപിഷാരടി. ഇപ്പം നിങ്ങളുടെ കയ്യിലൊക്കെ ലീലാകൽപദ്രുവം അല്ല അതൊക്കെ ഇല്ലേ, മറ്റേ വനമാല വ്യാഖ്യാനം ഇല്ലേ നാരായണീയത്തിൻ്റെ ഗുരുവായൂർ, അതൊക്കെ എഴുതിയത് മാഷാണല്ലോ എഴുതിയത്. അപ്പോൾ ഇദ്ദേഹം പല്ലക്കുന്ന് നിർത്താൻ പറഞ്ഞു രാജാവ്. താഴെ ഇറങ്ങിയിട്ട് സാഷ്ടാംഗം നമസ്കരിച്ചു ഭരതൻ്റെ അടുത്ത് പറഞ്ഞു, അങ്ങൊരു പൂണൂലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അവധൂതനെ പോലെ സംസാരിക്കണമെങ്കിൽ ഒരു പൂണൂലിട്ടുണ്ട്. കാരണം അച്ഛൻ പണ്ടൊരു പൂണൂലിടിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഉപനയനമൊക്കെ കഴിപ്പിച്ചിരുന്നു. മൂപ്പര് ഗായത്രി ഒന്നും ചെല്ലാറില്ല എന്നേ ഉള്ളൂ. ഒരു പൂണൂല് കിടക്കുന്നുണ്ട്, അത് മുഷിഞ്ഞിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് ബ്രാഹ്മണൻ്റെ ചിഹ്നമായിട്ടുള്ള പൂണൂലിട്ടിട്ടുണ്ട്. എന്നാൽ വേഷം മാറിയിട്ട് ശൂദ്രനെ പോലെ സേവകൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുകയും ചെയ്യണം. വാസ്തവത്തിൽ അങ്ങ് ഏതോ അവധൂതനാണെന്ന് എനിക്ക് സംശയം തോന്നുന്നു. അങ്ങ് ആരുടെ മകനാണ്? അങ്ങ് എവിടെയാണ് ജനിച്ചത്? എവിടുന്നാണ് വരണത്? ഇനി എന്നെ അനുഗ്രഹിക്കാമെന്ന കപില മഹർഷിയാണോ അങ്ങ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇന്ദ്രൻ്റെ വജ്രത്തിനെ പേടിയില്ല, യമരാജാവിനെയോ അല്ലെങ്കിൽ മറ്റ് ദേവന്മാരെയോ പേടിയില്ല. പക്ഷെ ഒരു ബ്രഹ്മജ്ഞാനിയെ അപമാനിക്കുക പറഞ്ഞാൽ എനിക്ക് പേടിയാണ്. എനിക്ക് ബ്രഹ്മജ്ഞാനിയുടെ ശാപം പേടിയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ നമസ്കരിക്കുകയാണ്. അങ്ങയുടെ അതിഗംഭീരമായിട്ടുള്ള അറിവിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ വേഷം കെട്ടി നടക്കണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് പറയണം, അങ്ങ് ആരാണ്? അങ്ങും കപില ഭഗവാൻ തന്നെയാണോ എന്ന് എനിക്ക് പിന്നെയും സംശയം തോന്നുകയാണ്. ഞങ്ങളെപ്പോലെ വീടുകളിൽ കുടുങ്ങിയവരും വിവേകമില്ലാത്തവരുമായിട്ടുള്ള ആൾക്കാർക്ക് അങ്ങയെപ്പോലുള്ളവരുടെ ഗതി, അങ്ങയുടെയൊക്കെ സഞ്ചാരം, അങ്ങയുടെയൊക്കെ മനസ്സിൻ്റെ രീതികൾ എങ്ങനെയാണെന്ന് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറയും. സാധാരണ മനുഷ്യർക്ക് മഹാത്മാക്കളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നില്ല ഇവിടെ, നമ്മളൊന്നുമില്ലെങ്കിൽ ഇപ്പോൾ ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കുന്ന ഒരാളെ കണ്ടാവും അവൻ പരിഷ്കാരി എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളയും. മറ്റൊരു വിഭാഗം ആൾക്കാർ അങ്ങനെ ആധുനിക വേഷം ധരിച്ച് നടക്കുന്നവരെ ആരാധിക്കുകയും ചെയ്യും. ഈ ആധ്യാത്മികതയിലേക്ക് ഇറങ്ങി എന്ന് കരുതുന്ന ആൾക്കാർക്ക് പിന്നെ ഒന്ന് നന്നായിട്ട് ആരെങ്കിലും വസ്ത്രം ധരിച്ച് കിടക്കണം കണ്ടാലോ, ഒരു നല്ല സ്ഥിതി ജീവിക്കണം കണ്ടാലോ, ഒരു നല്ല കാറ് പോകണം കണ്ടാലോ പിന്നെ പുച്ഛ. ഇവനൊന്നും ഒരു കാര്യമില്ല ഇതൊക്കെ ഉണ്ടായിട്ട് എന്ന് പറഞ്ഞിട്ട് പുച്ഛിക്കും. നമുക്കറിഞ്ഞൂടാ ആ ആളുടെ മനസ്സെന്താണ്, ആ ആളെ ഭഗവാൻ എത്രമാത്രം സ്നേഹിക്കേണ്ടതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. അതിസമ്പന്നനെയും ഭഗവാൻ സ്നേഹിക്കുന്നുണ്ടാവാം അയാളുടെ മനസ്സ് നല്ലതാണെങ്കിൽ, അയാളിൽ ഭക്തി ഉണ്ടെങ്കിൽ. സാക്ഷാൽ ചൈതന്യ മഹാപ്രഭുവിന് തന്നെ അബദ്ധം പറ്റിയതാണ്. ഒരു വലിയ ധനാഢ്യനായിട്ടുള്ള ഒരാൾ തന്നെ കാണണമെന്ന് പറഞ്ഞു, ആഗ്രഹം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞു. കാണാൻ പോയില്ല. തൻ്റെ അന്തരംഗ ശിഷ്യന്മാർ 2 പേരെ പറഞ്ഞു വിട്ടു. അവരും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചിന്ത വെച്ചിട്ടാണ് പോയത്. ഇയാളെയൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ എന്തിനാണ് ഞങ്ങളെപ്പോലുള്ളവരെ പറഞ്ഞയച്ചത്? ഇയാളൊരു കാശുകാരൻ, അവനെയൊക്കെ സ്വീകരിച്ചുകൊണ്ടുവരാൻ ചൈതന്യ മഹാപ്രഭു ഞങ്ങളെ പറഞ്ഞയച്ചത് എന്തിനാ? അദ്ദേഹത്തിനും ഇനി ധനത്തിൽ ഇച്ഛ വന്നോ? കാശ് കുറച്ച് അനുയായികളൊക്കെ ആയപ്പോൾ ഫണ്ടുള്ള ആൾക്കാരെ, സ്പോൺസേഴ്സിനെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഞങ്ങളെ അയച്ചാണോ എന്നൊക്കെ ഒരു ചിന്ത ഇവരുടെ മനസ്സിൽ വന്നു. പക്ഷെ മഹാപ്രഭുവിന് തൻ്റെ മനസ്സിലെ ആ കാർമേഘം നീങ്ങിയിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. ഈ വ്യക്തിയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരെ വിട്ടത്. ഇപ്പം ഇവരവിടെ ചെല്ലുന്ന സമയത്ത് കാണണം എന്താ വെച്ചാൽ, നഗരത്തിൻ്റെ പുറത്ത് വന്ന് തമ്പടിച്ചിട്ടുണ്ട്, കൂടാരങ്ങളൊക്കെ അടിച്ചിട്ടിരിക്കുകയാണ്. അനവധി സേവകന്മാർ, അതിസുന്ദരികളായിട്ടുള്ള തോഴിമാർ, ഭൗതികതയുടെ ലോകം. ഈവൻ പരിചാരകർ പോലും ഫുള്ള് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അത്രയും പൈസയുള്ള ഏതോ ഒരാളാണ്. കൂടാരത്തിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ
ഒരു കിടക്കയിൽ ചാമരമൊക്കെ വീശി കൊടുത്തുകൊണ്ട് ഒരു തടിയൻ നിറയെ സ്വർണ്ണാഭരണമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അയാളുടെ മുന്നിൽ കുറേ സഭ ഒക്കെ ഇരിക്കണം, സംസാരിച്ചുകൊണ്ടിരിക്കണം. ആ സമയത്താണ് ഇവർ രണ്ടുപേരും ആ കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറണം. കൂടാരത്തിൻ്റെ ഉള്ളിൽ കയറി ഉടനെ ഈ കിടക്കേ കിടന്ന ആൾ ഇവരിങ്ങനെ നോക്കി, ഇവരുടെ നാമം, ഇവരുടെ ചിഹ്നങ്ങളൊക്കെ കണ്ടു. രാധേ കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണീച്ചിട്ട് നിലത്ത് വീണ് ബോധം പോയി, സമാധിയായി ഈ സമ്പന്നൻ. എന്നിട്ട് ഒന്ന് ബോധം വന്നപ്പോൾ നിലത്ത് കിടന്നിട്ട് ഉരുളാൻ തുടങ്ങി. അയ്യോ, ഈ മഹാഭാവിയെ സ്വീകരിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു തൻ്റെ സ്വന്തം ആൾക്കാരെ എന്നെ വിളിക്കാൻ പറഞ്ഞു വിട്ടല്ലോ എന്നും പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങോട്ട് കരഞ്ഞിട്ട് ഉരുളാൻ തുടങ്ങി. വീണ്ടും സമാധി പോവും, വീണ്ടും ഓർമ്മ വരുമ്പോൾ കരയും. ഇത് കണ്ടിട്ട് ഇവർ രണ്ടുപേരും ഭ്രമിച്ചു പോയി. ഞങ്ങൾക്ക് പോലും ഇത്രയും ഭക്തിയില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ മഹാപ്രഭു വീട്ടിൻ്റെ പുറത്തേക്ക് ഓടി ഇറങ്ങി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ടുവന്നു രണ്ടുപേരും. അതായത് മഹാദേവനും ശ്രീകൃഷ്ണനും ബാണയുദ്ധത്തിൻ്റെ അവസാനത്തിൽ കെട്ടിപ്പിടിച്ച് നിന്നില്ലേ, അതുപോലെയാണ് അത്ര അവർ കെട്ടിപ്പിടിച്ച് നിന്നു. അപ്പം മഹാപ്രഭു പറയുന്നുണ്ട്, ധനസ്ഥിതിയിലൊന്നും നോക്കിയിട്ട് ദരിദ്രൻ്റെ കൂടെ ഭഗവാൻ ഉണ്ടാവുള്ളൂ എന്നൊന്നും പറഞ്ഞേക്കരുത്. ദാരിദ്ര്യവും സമ്പത്തും മനസ്സിലെ തൃപ്തിയിലാണ്, മനസ്സിൻ്റെ തൃപ്തിയിലാണ്. അതാണ് ഭഗവാൻ നോക്കണം. ചിലപ്പോൾ ദുഷ്പ്രവണതകളുള്ള, കോംപ്ലക്സുകളുള്ള, ഒരുപാട് പ്രശ്നങ്ങളുള്ള മനസ്സുള്ളൊരു ദരിദ്രൻ്റെ കൂടെ ഈശ്വരീയത ഉണ്ടാവില്ല. എന്നാൽ കുചേലനെ നമുക്ക് കാണുമ്പോൾ ദരിദ്രൻ, പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ആ കാലത്തെ. കൃഷ്ണൻ അനുഗ്രഹിക്കുന്നതിന് മുന്നേ. കാരണം എന്താ? കൃഷ്ണനാണ് സമ്പത്ത്, അത് ഹൃദയത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ കൃഷ്ണൻ ഹൃദയത്തിലുള്ളവനാണ്. അപ്പോൾ ഭൗതികമായിട്ടുള്ള സമ്പത്ത് കൊടുത്തു. അത് കുചേലൻ ചോദിച്ചിട്ടില്ല, കുചേലൻ ആവശ്യമില്ല, കുചേലൻ്റെ പത്നിക്ക് വേണ്ടി കൊടുത്താണ്. ഞാൻ മുമ്പൊരു കുചേല ദിനത്തിന് അടയ്ക്കാപ്പത്തൂർ കുചേല പത്നിയെക്കുറിച്ച് മാത്രം പ്രഭാഷണം ചെയ്തിട്ടുണ്ട്, യൂട്യൂബ് കിടപ്പുണ്ട്. പ്രമാണസഹിതം പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ കുചേലനെ അല്ല അനുഗ്രഹിച്ചത്. ഭഗവാൻ അറിയാം താൻ കൊടുക്കുന്നത് തുച്ഛമായൊരു കാര്യമാണെന്ന്. അത് ഭഗവാന്റെ വിനയാണ്. കുചേലൻ അതിസമ്പന്നൻ, പണ്ടേ സമ്പന്നൻ. കാരണം ഭഗവാനാണ് ധനം, അത് ഹൃദയത്തിലുണ്ട് അദ്ദേഹത്തിന്. കുചേലൻ ചോദിക്കണമില്ല എനിക്ക് പൈസ തരണമെന്നോ ഒന്നും ചോദിക്കുന്നില്ല. ഭഗവാനെ കണ്ടു, സന്തോഷമായി, തിരിച്ചുപോയി, ഇത്രയേ ഉള്ളൂ. നമ്മൾ സാധാരണ ഈ ഇതിലൊക്കെ കാണുന്ന മാതിരി കഥകളിയിലോ ഇല്ലെങ്കിൽ ഇവിടെ വേഷം കെട്ടി നാടകം കളിക്കാറില്ലേ സപ്താഹവേദികളിൽ, അതുവഴി കൈ വിറച്ച് കാല് വിറച്ച് വരുന്ന വയസ്സായിട്ടുള്ള ആളൊന്നുമല്ല കുചേലൻ. കുചേലനും ഭഗവാൻ ഏകദേശം ഒരേ പ്രായമാണ്. അത്യാവശ്യം ആരോഗ്യമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ബ്രഹ്മനിഷ്ഠനായിരുന്നു, നല്ല ബ്രഹ്മനിഷ്ഠൻ തന്നെയായിരുന്നു, യാതൊരു സംശയമില്ല. ആരോഗ്യവും ഉണ്ടായിരുന്നു. യഥാർത്ഥ കുചേലൻ നമ്മളീ കാണുന്ന മാതിരി ഒരു പാട് കളവനൊന്നുമല്ല. നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കുറേ അബദ്ധങ്ങൾ കയറി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെയാണ് ബ്രഹ്മജ്ഞാനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഇരിക്കണം, കീറി മുഷിഞ്ഞ വസ്ത്രം ധരിക്കണം, അവൻ ഭ്രാന്തനായിരിക്കണം എന്നൊക്കെ കരുതും. അവിടെ നിന്ന് ഒരു നിർബന്ധമില്ല, ഒരു നിർബന്ധമില്ല. ഭസ്മരുദ്രാക്ഷാദികളും കാവ്യമൊക്കെ കൊടുക്കണമെന്ന് ഒരു നിർബന്ധമില്ല. അവൻ ജീൻസും ടീഷർട്ടും ഇട്ട് നടക്കും, ചിലപ്പോൾ വസ്ത്രം ഇല്ലാണ്ടി നടക്കും. അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. സാധാരണ മനുഷ്യന് മഹാത്മാക്കളെ തിരിച്ചറിയാൻ സാധിക്കില്ല. മാത്രമല്ല ആ അവധൂതൻ്റെ ശരീരം എന്ന ഓർമ്മ പോലും ഉണ്ടാവില്ല. അപ്പോൾ രഘുഗണൻ ചോദിക്കുക, യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടാവാറുണ്ട്, അങ്ങേക്കും ഇങ്ങനെ പണികളൊക്കെ ചെയ്യുമ്പോൾ ക്ഷീണം തോന്നില്ലേ? അപ്പോൾ ഭരതൻ പറയും, ഇല്ല, എനിക്ക് തോന്നില്ല, എനിക്ക് തോന്നാറില്ല എന്ന് പറഞ്ഞിട്ട് ഭരതൻ രഘുഗണനെ അങ്ങോട്ട് കൊല്ലും. എങ്ങനെയാ കൊല്ലുക? അദ്ദേഹം മുഖത്ത് നോക്കി പറയും, നീ അജ്ഞാനിയായിട്ടും ജ്ഞാനിയെപ്പോലെ സംസാരിക്കണമല്ലോ രാജാവേന്ന്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കൊലപാതകം. അജ്ഞാനിയായിട്ടും ജ്ഞാനിയെപ്പോലെ സംസാരിക്കുന്നതാണ് ഏറ്റവും വലിയ വൃത്തികേട്. അജ്ഞാനിയാണെങ്കിൽ അജ്ഞാനിയെപ്പോലെ ഇരിക്കണം, ജ്ഞാനിയാണെങ്കിൽ മിണ്ടാണ്ടിരിക്കണം. അജ്ഞാനിയായിട്ടും ജ്ഞാനിയെപ്പോലെ അഭിനയിക്കണവനെ സംസാരിച്ചുകൊണ്ടിരിക്കുള്ളൂ. അവൻ വലിയ വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, കുറേ പുസ്തകങ്ങളൊക്കെ വായിക്കും, അവിടുന്ന് ഇവിടുന്നൊക്കെ അതും ഇതൊക്കെ ചേർത്ത് ഫുൾ കൺഫ്യൂഷനായിട്ട് നടക്കും. അവനവൻ്റെ ജീവിതത്തിനെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാവില്ല. അപ്പോൾ ജ്ഞാനികൾ തങ്ങളുടെ വ്യവഹാരങ്ങളെ ഒരിക്കലും സത്യമായിട്ട് കരുതില്ല, ഒരിക്കലും നമ്മളീ ചെയ്യുന്നത് സത്യമാണെന്ന് കരുതില്ല. സത്വരജസ്തമോ ഗുണങ്ങൾ പല
കോമ്പിനേഷൻസിൽ പ്രവർത്തിച്ചിട്ട് പല പല ശരീരങ്ങൾ നമുക്ക് പ്രകൃതി തരുന്നുണ്ട്. അതിലൊക്കെ ബന്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ ആ ഗുണങ്ങളുടെ സ്വഭാവങ്ങൾ നമുക്കുണ്ടാവും. ചില നേരങ്ങളിൽ കോപിഷ്ഠരായിരിക്കും, ചില സമയത്ത് ഭയങ്കര ദയാലുവായിരിക്കും, ചിലപ്പോൾ പരമക്രൂരനായിരിക്കും. ഇതൊക്കെ ഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിലനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ ഇതിനൊക്കെ നിന്ന് കൊടുത്താൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. അതുകൊണ്ട് മാറ്റമില്ലാത്ത എന്തൊരു വസ്തു ഉണ്ടോ ആത്മാവ് അതിൽ മാത്രം ഉറച്ചു നിൽക്കുക. അതിൽ ഉറച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണം ഉണ്ടാവില്ല. അവർ ശരീരം അനുഭവിക്കുന്ന ഒന്നും അനുഭവിക്കില്ല. ശരീരം അനുഭവിക്കേണ്ട പ്രാരബ്ധങ്ങൾ തട്ടിപ്പോവും, പക്ഷെ അത് അകത്തേക്ക് കിട്ടില്ല. ഇതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന് ക്യാൻസർ വന്നല്ലോ, രമണ മഹർഷിക്ക് ക്യാൻസർ വന്നല്ലോ എന്ന് പറഞ്ഞവർക്കുള്ള ഉത്തരം. അവർക്കുള്ള ഉത്തരം തന്നെ. രമണ മഹർഷി സർജറി ചെയ്യുമ്പോൾ പറഞ്ഞു അനസ്തേഷ്യ തരണ്ടെന്ന് പറഞ്ഞു. സംസാരിച്ചുകൊണ്ട് കിടന്നു. മുതുകത്തെ ഓപ്പറേഷൻ, ക്യാൻസറിൻ്റെ വെട്ടി മാറ്റിയാണ്. അനസ്തേഷ്യ കൊടുത്തില്ല അദ്ദേഹത്തിന്. വേദന മുഴുവൻ അനുഭവിച്ച് ത്രോട്ടിലെ ക്യാൻസർ അനുഭവിച്ചിട്ട് തീർത്തിട്ടാണ് ശ്രീരാമകൃഷ്ണൻ ശരീരത്തെ കളഞ്ഞത്. മനസ്സ് ശുദ്ധായ വിരക്തമായ അത് ഓട്ടോമാറ്റിക്കലി മോക്ഷത്തിലേക്കുള്ള വഴി തുറക്കും. ഗുണാനുരക്തം വ്യസനായ ജന്തോ ക്ഷയമായ നൈർഗുണ്യമധോന മനസ്യാത്. വിഷയാസക്തമായിട്ടുള്ള മനസ്സ് ജീവികളെ സംസാര ദുഃഖത്തിൽ കൊണ്ടേ വീഴ്ത്തും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഭഗവാന്റെ നാമരൂപങ്ങൾ പോലും മായയാണ്. വിരാട് രൂപിയായിരുന്ന ഭഗവാൻ പോലും മായയാണ്. അതിൻ്റെയൊക്കെ അന്തസ്സത്തയായിട്ടിരിക്കുന്ന ബോധരൂപമായിട്ടുള്ള ഈശ്വരൻ മാത്രമേ, ബ്രഹ്മം മാത്രമേ സത്യമായിട്ടുള്ളൂ എന്ന് വരെ രഘുഗണന് പറഞ്ഞ് മനസ്സിലാക്കി അങ്ങോട്ട് കൊടുക്കുകയാണ്. സാധനകൾ കൊണ്ട് വേണം നമ്മളെ ഉറപ്പിച്ച് നിർത്താൻ. ഭക്തിയാണെങ്കിലും ജ്ഞാനമാണെങ്കിലും നിത്യാഭ്യാസം വേണം. എന്നെങ്കിലും ഒരു ദിവസം 2 ദിവസം അഭ്യസിച്ചു, പിന്നെ 10 ദിവസം അലഞ്ഞു നടന്നു, വീണ്ടും വന്നിട്ട് പുസ്തകം എടുത്ത് വായിച്ചുകൊണ്ട് ജ്ഞാനം ഉറക്കില്ല എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ഇത്രയും കേട്ടോണ്ട് രഘുഗണൻ അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ പറ്റാണ്ട് കാൽക്കൽ അങ്ങോട്ട് നമസ്കരിച്ചു. അങ്ങ് സാക്ഷാൽ ഈശ്വരനാണ്, നാരായണൻ തന്നെ ശരീരം എടുത്ത് വന്നിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമസ്കരിക്കുകയാണ്. അപ്പോൾ ജഡഭരതൻ പറയും, നീ എന്നെ നമസ്കരിക്കണു, ഈ മണ്ണിൽ നിന്നുണ്ടായിട്ടുള്ള ശരീരമാണിത്, പൃഥ്വീരൂപമായിട്ടുള്ള ഈ ശരീരത്തിനെയാണ് നീ നമസ്കരിക്കണം. ഏതോ വിശേഷ കാരണം കൊണ്ട് അത് ഈ ഭൂമിയിൽ ഇങ്ങനെ നടക്കണം. ആ ശരീരത്തിന് 2 കാലുണ്ട്, അതിൻ്റെ മുകളിൽ 2 മുട്ടുണ്ട്, അതിൻ്റെ മുകളിൽ 2 തൊടയുണ്ട്, നടുവുണ്ട്, അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നെഞ്ച്, തോള് ഇതൊക്കെ ഉണ്ട്. തോളിന് മുകളിൽ വെച്ചിരിക്കണ പല്ലക്കിൽ രഘുഗുണൻ എന്ന് പേരുള്ള ഒരു ജഡശരീരം ഇരിക്കണു. എന്താ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ, ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചിന്ത പോകുന്നത്. ആ ജഡത്തിനെ ചുമക്കൊണ്ട് ഈ ദേഹത്തിന് എന്ത് ഭാരം തോന്നാനെന്ന് എന്നാ ചോദിച്ചത്. അങ്ങനെ അദ്ദേഹം കർമ്മം, കാലം, ദ്രവ്യം, സ്വഭാവം, ആശ്രയം ഇതിനെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. വളരെ വിസ്തരിച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും വിജ്ഞാന ഭൈരവതന്ത്രത്തിൽ മഹാദേവൻ അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കണം. 1-ാം ദിവസം ഞാൻ പറഞ്ഞു 84 ലക്ഷം ഗർഭപാത്രങ്ങൾ കടന്നിട്ടാണ് മനുഷ്യജന്മം ആദ്യം കിട്ടണമെന്നുള്ള സൂചന കൊടുക്കണു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനം വിശുദ്ധവും ജ്ഞാനസ്വരൂപവും അദ്വിതീയവുമായിട്ടുള്ള അകത്ത് പുറത്ത് നിന്ന് ഭേദമില്ലാത്ത എല്ലായിടത്തും വ്യാപിച്ച ആ പരമാർത്ഥ സത്യത്തെയാണ് നമ്മൾ ഭഗവാൻ എന്ന് പറയണത്. അതിനെ തന്നെയാണ് വാസുദേവൻ എന്ന് പറയണത് എന്ന് പറഞ്ഞിട്ട് അടിച്ചുറപ്പിച്ചിട്ട് ഭഗവാന്റെ പേരെടുത്തിട്ട് പറയണു. അവധൂതനായിട്ടുള്ള ആൾ വാസുദേവൻ എന്ന് പേര് പറയണു. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേക അനന്തരം ത്വബിർബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവൽ ശബ്ദസംജ്ഞം യദ്വാസുദേവം കവയോ വദന്തി. നാരായണ. അതായത് ആർക്കാണോ അദ്വൈതജ്ഞാനം കിട്ടണത് അവർക്ക് വാസുദേവനെ കിട്ടും, ഭഗവാനെ കിട്ടും. ആ ജ്ഞാനമാർഗത്തിനെ, വാസുദേവനെ കിട്ടാനുള്ള ആ ജ്ഞാനമാർഗത്തിനെ, ഒന്നിലുറച്ചു നിന്ന് ആ ഒന്നിനെ നേടുന്ന വിദ്യയെ ഭക്തിയുടെ മാർഗത്തിൽ അനന്യഭാവയുക്തം ആയിട്ടുള്ള അവ്യഭിചാരിണീ ഭക്തി എന്ന് പറയും. നമ്മുടെയൊക്കെ ഭക്തി വ്യഭിചാരി ഭക്തിയാണ്, വേശ്യകളെ പോലെയാണ്. ഒരു ദിവസം ഒരു ദേവൻ്റെ പുറകെ കുറച്ച് നേരം നടക്കും, അത് കഴിഞ്ഞ് വേറൊരു ദേവൻ്റെ പുറകെ കുറച്ച് ദിവസം നടക്കും, അത് കഴിഞ്ഞ് വേറൊരു ഗുരുവിൻ്റെ പുറകെ കുറച്ച് ദിവസം നടക്കും, കുറച്ച് ദിവസം നിരീശ്വരവാദിയായിട്ട് നടക്കും, കുറച്ച് ദിവസം വേദാന്തിയായിട്ട് നടക്കും, കുറച്ച് ദിവസം പറയും ഈശ്വരനെ ഇല്ല എന്ന് പറയും, വീണ്ടും അടി കിട്ടുമ്പോൾ വന്നിട്ട് വേറൊരു സേവാമഠത്തിൽ പോവും. ഇങ്ങനത്തെ പരിപാടികൾ ചെയ്തുകൊണ്ട് നടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. നമ്മുടെ ഭക്തിയൊക്കെ വ്യഭിചാരി ഭക്തിയാണ്, അവ്യഭിചാരി ഭക്തി എന്ന് പറയും. ഒരു ദേവനിൽ കൂടെ എല്ലാ ദേവതകളെയും അറിയാം. ഒന്നിനെ അറിഞ്ഞാൽ എല്ലാറ്റിനെയും അറിയാം. എന്തിനെ അറിഞ്ഞാലാണോ എല്ലാം കിട്ടുന്നത് അതിനെ പിന്തുടരുന്നതാണ് അവ്യഭിചാരി ഭക്തി. അപ്പോൾ ഇങ്ങനെയുള്ള ഈ
ബ്രഹ്മസ്വരൂപത്തിനെ വൃത്തിയായിട്ട് പഠിപ്പിച്ച് കൊടുക്കും. അങ്ങനെ രഘുഗണ ഇങ്ങനെയുള്ള ജ്ഞാനം മഹാപുരുഷന്മാരുടെ കാൽപാദത്തിലെ ധൂളി എടുത്തിട്ട് ശിരസിലിടണോണ്ട് നിനക്ക് കിട്ടും എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നത്തെ സോഷ്യലിസ്റ്റുകൾക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഞാൻ രാഷ്ട്രീയമല്ല പറയണത്, സോഷ്യലിസം മനസ്സിലുള്ളവർക്ക് വേറൊരാളുടെ കാലിലെ പൊടിയെടുത്ത് എൻ്റെ തലയിലിടുക. കാരണം എന്താ ഈ എൻ്റെ തലയിൽ ഇടുക ചോദിക്കണത്? ഞാൻ ഈ ശരീരം, ഞാനൊരു സംഭവമാണ്, ഞാൻ എന്തിന് വേറൊരുത്തൻ്റെ കാലിലെ പൊടിയെടുത്ത് തലയിലിടണം? ഒരാളെ നമസ്കരിക്കാൻ പറ്റില്ല, ഒരാളെ വണങ്ങാൻ പറ്റില്ല, ഒരു നന്ദി പറയില്ല. ഒരു ഓട്ടോറിക്ഷക്കാരന് പൈസ കൊടുക്കും, അവൻ്റെ അടുത്ത് 4 ചീത്തയും പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കും. അവൻ്റെ സമയവും പെട്രോളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. അവൻ മാന്യമായിട്ടൊരു തൊഴിലാണ് ചെയ്യണം എന്നുള്ള ബോധമില്ലാണ്ട്, അവന് പൈസ കൊടുത്താലും ഒരു നന്ദി കൂടെ പറയണം എന്നുള്ള ബോധമില്ലാണ്ട് ജീവിക്കണവരാണ് 99% ആൾക്കാരും. ഏത് പ്രവൃത്തിയിലും പൈസ വാങ്ങണമെന്നുള്ളതുകൊണ്ട് നമസ്കരിക്കാണ്ടിരിക്കുകയോ നന്ദി പറയാതിരിക്കുകയോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം എന്തിനീ ദക്ഷിണ കൊടുപ്പിക്കണത്? സമർപ്പിക്കേണ്ട വസ്തു കൊടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? യഥാർത്ഥത്തിൽ സമർപ്പിക്കേണ്ട വസ്തു എന്താണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം. അവനവൻ്റെ ജീവനാ. കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ സാധിക്കില്ല. കൊടുക്കേണ്ട ദക്ഷിണ ശരിക്ക് ജീവനാണ്. ആ ജീവൻ എടുത്ത് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ജീവനേക്കാളും നമ്മൾ സ്നേഹിക്കേണ്ട സാധനമാണ്. അതുകൊണ്ടാണ് അതെടുത്ത് കൊടുക്കാൻ പറയണത്. അതുകൊണ്ടാണ് ധനം ദക്ഷിണയായിട്ട് മാറാനുള്ള കാരണം. ഇത് മഹാദേവൻ പ്രമാണസഹിതം പറഞ്ഞു കൊടുക്കുന്നുണ്ട് സപ്തർഷികൾക്ക്, യോഗമാർഗങ്ങളിലുണ്ടത്. അവർ പഠിച്ചിട്ട് പോകുമ്പോൾ ഭഗവാൻ ഓടിച്ചു വിടുകയും ചെയ്ത്, ഇത്രയും കാലം എൻ്റെ കൂടെ ഒന്നുമില്ല, മതി സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞു ഓടിച്ചു വിട്ടു. ഭഗവാന്റെ സ്വഭാവം പെട്ടെന്ന് മാറും. ചിലപ്പോൾ കോപിക്കും, ചിലപ്പോൾ വളരെ ശാന്തനായിരിക്കും. പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഭഗവാന്റെ സ്വഭാവം എങ്ങനെയാണ്. പെട്ടെന്നൊരു ദിവസം പറഞ്ഞു ഒക്കെ ഇറങ്ങിപ്പോ, എല്ലാം ഇറങ്ങിപ്പോവർ. അപ്പോൾ അഗസ്ത്യനടക്കം എല്ലാവരും അന്തിച്ചു പോയി. ഞങ്ങൾ എങ്ങോട്ട് പോകാനാണ്? ഞങ്ങൾക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ എന്നോ മരിച്ചുപോയി. എത്രയോ വർഷം ഞങ്ങൾ അങ്ങയുടെ കൂടെ ഇരുന്നത്. അതൊന്നും പറഞ്ഞില്ല, ഇറങ്ങിപ്പോവർ. അപ്പോൾ എല്ലാവരും കരഞ്ഞു പിഴിഞ്ഞ് നമസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇതപ്പോൾ ഏകദേശം അവിടെ എത്തി, കൈ കൊട്ടി, അവിടെ നിൽക്ക്, ഇങ്ങോട്ട് വാ. ഞാൻ പഠിപ്പിച്ചതിൻ്റെ കൂലി എവിടെ ചോദിച്ചു, ദക്ഷിണ എവിടെയെന്ന്. അപ്പോഴാണ് അവരെ വാക്കാദ്യം കേൾക്കണത്. ലോകത്തിൽ ദക്ഷിണ എന്ന് പറഞ്ഞിട്ട് സമ്പ്രദായം ഇല്ല. ഭഗവാൻ ചോദിക്കുക എവിടെയാണ് ദക്ഷിണ എന്ന്. അപ്പോൾ ചോദിച്ചു എന്താ ദക്ഷിണ? ഞാൻ പഠിപ്പിച്ചതിന് എനിക്ക് പകരം താ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് കുടുംബമില്ല, സ്വത്തുമില്ല, ഒന്നുമില്ല, അങ്ങായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള സ്വത്ത്. അങ്ങ് ഞങ്ങളെ ആട്ടിയിറക്കി. ഞങ്ങൾക്ക് ആകെ കൈമുതലായിട്ടുള്ളത് അങ്ങ് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന വിദ്യയാണ്. ആ വിദ്യയെ ഇതാ അങ്ങയുടെ കാൽക്കൽ എന്നെ സമർപ്പിച്ച് ഞങ്ങൾ പൂജ്യരാവണോ ശൂന്യരാവണോ പറഞ്ഞിട്ട് നമസ്കരിച്ചു. സന്തോഷം. എൻ്റെ മക്കൾ അവർ കെട്ടിപ്പിടിച്ചു. ഇപ്പം നമ്മളെല്ലാവരും ശൂന്യമായി. ഇവർ ഞാനും ശൂന്യൻ, നീ ഇങ്ങനെയാണ്. അറിവ് ഭാരാവരുത്. ദക്ഷിണ, ആദ്യത്തെ ദക്ഷിണ അതാണത്ര. അവനവനെ സമർപ്പിച്ചു കൊടുത്തു, അവനവൻ്റെ അറിവിനെയും സമർപ്പിച്ചു കൊടുത്തു. അപ്പം ദക്ഷിണയുടെ മഹത്വം പറയും. അപ്പം ഇവിടെ ചരണധൂളി തൊടണം എന്നാണ് പറഞ്ഞത് ഭരതൻ. ചരണധൂളി തൊടണം എന്ന് പറഞ്ഞു. എന്താ മഹാപുരുഷന്മാരുടെ ചരണങ്ങൾക്ക് ഇത്ര സവിശേഷത? ചിന്തിക്കേണ്ടതാണ്. കഞ്ചാവടിക്കണ ഒരുത്തൻ്റെ കൂടെ ഒരു നല്ലൊരുത്തൻ പോയിരുന്ന കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ കഞ്ചാവടിക്കാൻ തുടങ്ങും അല്ലേ? കുളിക്കാതെ നടക്കണ ഒരുത്തൻ്റെ കൂടെ നന്നായിട്ട് 2 നേരം കുളിച്ച് നടന്നിരുന്ന ഒരുത്തൻ കുളിക്കാതെ ആവും. ഹോസ്റ്റലിലൊക്കെ പോയാൽ പലപ്പോഴും അതാ സംഭവിക്കാറ്. കാമസ്വഭാവം വർദ്ധിച്ചൊരുത്തൻ്റെ കൂടെ നടക്കണവൻ അത്തരം കഥകളും അവൻ്റെ അഡ്വഞ്ചറും കേട്ടിട്ട് ഇവനും കാമഭ്രാന്തനായി പോകും. ഇതേപോലെ തന്നെയാ നല്ല ചിന്തകളുള്ള ഒരുത്തൻ്റെ കൂടെ നടന്നാൽ അവൻ്റെ നല്ല ചിന്തകൾ നമ്മളിലേക്ക് വരും. ജ്യോതിഷത്തിൽ കാലചക്രയോഗം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതിയുണ്ട്. അത് അമ്പലങ്ങളിൽ പോയി പരിഹാരം ചെയ്തിട്ടൊന്നുമല്ല, പരിഹാരം ചെയ്യിപ്പിക്കുക. അവനവൻ്റെ ജീവിതത്തിലെ ശൈലീമാറ്റങ്ങൾ വെച്ചിട്ടാണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. എൻ്റെ ഒരു ചേച്ചി, മീൻസ് എൻ്റെ ബന്ധുവൊന്നുമല്ല, ഞാനവരെ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ കാണുകയാണ്. മലയാളത്തിലെ വലിയൊരു നടൻ്റെ മകളാണ്. അപ്പോൾ എനിക്ക് വളരെ ബഹുമാനം. അവർ എൻ്റെ കരിയറിലെ വളർച്ചയിൽ അവർ പല ദുബായിലൊക്കെ എൻ്റെ പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നു അവർ. അപ്പോൾ ചേച്ചി ഡിവോഴ്സ്ഡാണ്. അപ്പോൾ ചേച്ചിക്ക് രണ്ടാമതൊരു കല്യാണം വേണം, ജീവിതത്തിലൊരു തണൽ വേണം എന്നൊക്കെ തോന്നി. മകൻ കുറച്ച് മുതിർന്നു. അപ്പോൾ മകനും പറഞ്ഞു അമ്മ അങ്ങനെ ഇരിക്കരുത്, കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ചേച്ചിയാണെങ്കിൽ ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിപ്പിക്കപ്പെട്ട് അതിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ അനുഭവിച്ചൊരു സ്ത്രീയാണ്. അപ്പോൾ അവർക്കൊരു വിരക്തിയാണ്. എപ്പോഴും തരം കിട്ടിയാൽ ഗുരുവായൂർ വന്നിരിക്കും, അങ്ങനത്തെ ഒരാളവർ. അവർ പല വിധത്തിലും ആലോചനകളും മറ്റ് സംഭവങ്ങളും നോക്കിയിട്ട് ഒന്നും നടക്കാതെ വന്ന സമയത്ത്
ഇങ്ങനെ യാദൃശ്യമായിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എവിടെ പോയി വഴിപാട് കഴിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഗുരുവായൂരപ്പന് ഈവൻ നിങ്ങൾ സ്വയംവരം കൃഷ്ണാട്ടം നടത്തിയിട്ടും കാര്യമില്ല, നിങ്ങളുടെ സംസർഗം മാറ്റണം പറഞ്ഞു ഞാൻ. ചേച്ചിയുടെ ചുറ്റും നോക്കൂ, ചേച്ചിയുടെ സുഹൃത്തുക്കൾ 10 പേരിൽ 9 പേരും ഡൈവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ചേച്ചി ആ 10 പേരിൽ ഒരു 5 പേരെങ്കിലും കല്യാണം കഴിച്ച് നന്നായി ജീവിക്കുന്ന സുഹൃത്തുക്കളുമായിട്ട് ഇടപഴകു പറഞ്ഞു. ഒരു 6 മാസം അവർ കറക്റ്റ് അതനുസരിച്ചു. 6 മാസം കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ലൊരു കല്യാണാലോചന വന്നു, കല്യാണം നടക്കുകയും ചെയ്തു. നമ്മൾ ആരുമായിട്ട് ഇടപഴകുന്നോ അതിൻ്റെ വൈബ്രേഷൻ നമ്മളിലേക്ക് വരും. കച്ചവടം പൊളിഞ്ഞ് പാളീസായിട്ട് നടക്കണ ഒരുത്തൻ്റെ ഒപ്പം കച്ചവടം തുടങ്ങണ ഒരുത്തൻ നടക്കരുത്. സക്സസ്ഫുള്ളായിട്ടുള്ള ഒരാളുടെ ഒപ്പം നടക്കണം, തന്നെ വളരും. അതിനൊരു അമ്പലത്തിലും പോകണ്ട, ഒരു മഹാലക്ഷ്മി പൂജയും ചെയ്യണ്ട. പ്രകൃതിയാണത്, അതങ്ങനെയാണ്. അതിനെയാണ് കാലചക്ര പദ്ധതി എന്ന് പറയും. ഇപ്പം ഞാൻ പഠിക്കുന്ന കുട്ടികളുടെ അടുത്ത് പറയും, ഈ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നില്ല, മനസ്സ് ഭയങ്കര ഇളകി മറിയണു, അവർക്ക് ദൈവവിശ്വാസമില്ല. അമ്മമാരും അച്ഛന്മാരൊക്കെ പറയും, ഓ കുട്ടികളൊന്നും അമ്പലത്തിൽ പോയില്ല, ഒന്നും ജപിക്കാൻ പറ്റില്ല. പക്ഷെ അവർക്ക് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്, അവനവൻ്റെ ടോയ്ലറ്റ് കഴുകുക, അവനവൻ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് കഴുകുക, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും. രാഹുദോഷം പൂർണ്ണമായിട്ടും പോകും. കാരണം രാഹു എന്ന് പറയുന്നത് ഒരാൾ കൊമ്പ് വെച്ചിട്ട് നിൽക്കണമെന്നല്ല, നമ്മുടെ അകത്തുള്ള മനസ്സിൻ്റെ ദുഷിപ്പുകളാണ്. ശരീരം കൊണ്ടുണ്ടാക്കണ മാലിന്യങ്ങൾ കഴുകാൻ ശീലിക്കുമ്പോൾ പ്രകൃതിയിൽ ഓട്ടോമാറ്റിക്കലി മനസ്സിൻ്റെ മാലിന്യം നീങ്ങാനുള്ള സംവിധാനം ഉണ്ടാവും. സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് പറഞ്ഞത്, സന്ദർഭവശാ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കാലചക്ര പദ്ധതി പറയണത് തന്നെയാണ് ഇവിടെ ജഡഭരതൻ പറയണത്. അദ്ദേഹം പറയുക, മഹാത്മാക്കളെ സ്പർശിക്കുന്നവർ ഭഗവന്മയമാവുന്നു. കാരണം ഭഗവാനെ ചിന്തിച്ച് ചിന്തിച്ച് ഭഗവാനായി മാറിക്കഴിഞ്ഞവരുടെ മഹത്തുക്കൾ, അവരെ വെറുതെ കാണുക, തൊടുക, അവരുടെ കാലിൻ്റെ അടിയിലെ പൊടിയെടുത്ത് തലയിലണിഞ്ഞാൽ ഭഗവാനെ സ്പർശിച്ചതിന് തുല്യമാണ്. ഒരു മൊട്ടുസൂചി കാന്തത്തിൻ്റെ അടുത്ത് ഒട്ടിക്കിടന്നാൽ മൊട്ടുസൂചി കുറച്ച് കഴിഞ്ഞാൽ കാന്തത്തിൻ്റെ സ്വഭാവം കാണിക്കും, അല്ലേ? അതേമാതിരി നമ്മൾ പണ്ട് കുട്ടികളാകുമ്പോൾ കാന്തം മണലിലിട്ട് ഉരുട്ടുമ്പോൾ അതിൽ കുറേ കൊമ്പുമാരുള്ള സാധനങ്ങൾ വന്ന് ഒട്ടിക്കളിക്കില്ലേ? ഇന്നത്തെ കുട്ടികൾക്കൊന്നും അതറിയില്ല. അവർക്കൊക്കെ ഇപ്പോൾ ഈ കാന്തം ഉണ്ടല്ലോ, ഈ കാന്തം ഉള്ളതുകൊണ്ട് അവർക്ക് ആ കളിയൊന്നുമില്ല. നമ്മളൊക്കെ കളിക്കും. ഞാനിപ്പോഴും കുഴിച്ചിട്ടൊരു കാന്തം ആ ലയൺസ് സ്കൂളിലെ കൊടിമരത്തിൻ്റെ താഴെ കിടപ്പുണ്ട്. ഞാൻ പണ്ട് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അതിൻ്റെ താഴെ ഇത്ര വലിയൊരു കാന്തം കുഴിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും എൻ്റെ മക്കളവിടെ പഠിക്കുന്നുണ്ട്, ഞാൻ കൊടിമരത്തിൻ്റെ അവിടെ പോയിട്ട് ഒന്ന് നോക്കും, അതിൻ്റെ താഴെ ഉണ്ടാവും ഇപ്പോഴും എന്ന് കരുതിയിട്ട് തിരിച്ചു വരും. ഒരു രസമാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സംഘം എന്തിനോടാണോ വെക്കണത് നമ്മൾ അതായി തീരും. അതുകൊണ്ടാണ് സത്സംഗത്വേ നിസ്സംഗത്വം 1ാം ദിവസം നമ്മൾ പറഞ്ഞത്. ഭഗവന്മയമായിട്ട് തീരും, ബ്രഹ്മാകാര വൃത്തി ഉറയ്ക്കും എന്ന് മനസ്സിലാക്കുക. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർമ്മത്തിൽ ശുദ്ധി വരുത്താൻ കർമ്മശുദ്ധിയുള്ള വ്യക്തികളുമായിട്ട് ചേർന്നിട്ട് വേണത്ര സമൂഹത്തിലും ജീവിതത്തിലും പ്രവർത്തിക്കാൻ. കർമ്മശുദ്ധിയില്ലാത്തവരുടെ കൂടെ എത്ര കർമ്മശുദ്ധിയുള്ളവൻ ജോലി ചെയ്യാൻ തുടങ്ങിയാലും ആ വ്യക്തികളുടെ സ്വാധീനം കൊണ്ട് നമ്മുടെ കർമ്മത്തിലും ദോഷം വരും. കൈക്കൂലി മേടിക്കാത്തവൻ കൈക്കൂലിക്കാരനാവണ പോലെ അത് സംഭവിക്കും ഇവഞ്ച്വലി. എന്നിട്ട് പറയണു, ആത്മജ്ഞാനത്തിലുള്ള പ്രധാന ഉപാധി എന്താ? അത് ശ്രവണമാണ്, കേൾക്കുക. കേൾപ്പി വഴിയാണ് കിട്ടുക. ആത്മജ്ഞാനി തന്നെ പറഞ്ഞു തരണ കേൾക്കാൻ സാധിച്ചാൽ പെട്ടെന്ന് ഫലം കിട്ടും. അല്ലാണ്ട് പറയണ ആചാര്യന്മാരെ പറയണ കേൾക്കണമെന്ന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആത്മജ്ഞാനിയായിട്ടുള്ള ഒരാൾ തന്നെ പറഞ്ഞു തന്നാൽ അകത്തേക്ക് കിട്ടും, പുറത്ത് തട്ടി തട്ടി നിൽക്കില്ല, ഉള്ളിൽ കിട്ടും. നമുക്ക് പെട്ടെന്ന് അനുഭവം വരും. അറ്റ്ലീസ്റ്റ് നമുക്കൊരു പ്രചോദനം വരും. എനിക്കും നന്നാവണം, എനിക്കും കയറിപ്പോണം എന്ന് പറയണം. എന്നിട്ട് പറയാം, ഭഗവാനെ ഞാൻ പണ്ട് ചക്രവർത്തിയായിരുന്നപ്പോൾ ആരാധിച്ചു, അതിൻ്റെ ഫലം കൊണ്ട് എനിക്ക് വൈരാഗ്യബുദ്ധി വന്നു, ഞാൻ സമാധി കാംക്ഷിച്ച് ഈ ബ്രഹ്മജ്ഞാനം കാംക്ഷിച്ച് തപസ്വിയായി. പക്ഷെ മാനിൻ്റെ സംസർഗം വന്നപ്പോൾ ഞാൻ മാനിൽ മനസ്സ് കുടുങ്ങിപ്പോയി. മാനിനെ ഓർത്ത് മരിച്ചുകൊണ്ട് മാനായിട്ട് ജനിച്ചു. പക്ഷെ ഭഗവാനെ പണ്ട് ആരാധിച്ചുകൊണ്ട് എനിക്ക് പൂർവ്വജന്മത്തിൽ ഓർമ്മയുണ്ടായിരുന്നു. ഞാൻ വേഗം മാനിൻ്റെ ശരീരം കളഞ്ഞു. ഈ ജന്മം എടുത്തപ്പോൾ തൊട്ട് കഴിഞ്ഞ ജന്മങ്ങളിൽ പറ്റിയ അബദ്ധമൊന്നും പറ്റാണ്ടിരിക്കാൻ ഞാൻ ഇത്രയും കാലം വായ തുറന്ന് മിണ്ടിയിട്ടില്ല. നിൻ്റെ അടുത്താണ് ഞാനിപ്പോൾ ആദ്യമായിട്ട് സംസാരിക്കണത്. കാരണം ജനങ്ങളുമായിട്ട് സംസർഗം വന്ന എന്തെങ്കിലുമൊക്കെ ആഗ്രഹം വരും. ആഗ്രഹം വന്നാൽ വീണ്ടും ജനിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇൻട്രാക്ട് ചെയ്യേണ്ടിയിരിക്കണമെന്ന് പറയും. നമ്മുടെ ഇന്നത്തെ സോഷ്യൽ സർവീസിൽ ലീഡർഷിപ്പുകളിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം, ചിലർ പറയും, എന്തിനാണ് ഇപ്പോൾ ഭജന, എന്തിനാണ് ഈശ്വര വിചാരം, ഈ ബ്രഹ്മജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ലോകത്തിനെ നന്നാക്കാം, ജനങ്ങളെ സേവിക്കാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം. നല്ല കാര്യം അല്ല എന്ന് പറയില്ല, പക്ഷെ അതിൽ 3 ദോഷമുണ്ട്. എന്താ 3 ദോഷം?
ഒന്ന്, ചെയ്യണ പ്രവൃത്തിയിൽ രാഗമുണ്ടാവും. ഒരു കാര്യം ഇങ്ങനെ ആവണമെന്ന് ശഠിക്കും സമാജസേവകർ, അല്ലേ? എന്താ അവിടെ വൃത്തിയാക്കി വെക്കാത്തത്? ഇതെന്താ അങ്ങനെ ചെയ്യാത്തത്? ഇതെന്താ എങ്ങനെ അത് അങ്ങനെ ചെയ്യണം എന്നുള്ള നിർബന്ധ ബുദ്ധി വരും. അവിടെ രാഗം വന്നു. അത് ഏത് രൂപത്തിലാണെങ്കിലും ഒരു കാര്യം ഇങ്ങനെ നടക്കണം എന്നുള്ള നമ്മുടെ നിർബന്ധ ബുദ്ധിയാണ് രാഗം എന്ന് പറയണത്. അത് നടന്നില്ലെങ്കിലോ ദേഷ്യം വന്നു. അപ്പോൾ കൂടെ വർക്ക് ചെയ്യണവരോട്, നിങ്ങളോട് ഞാനല്ലേ പറഞ്ഞത്, ഞാൻ വരുമ്പോഴേക്കും ഇതൊക്കെ ഒരുക്കി വെക്കണമെന്ന്, ദേഷ്യം വന്നു. പിന്നെ അത് ചെയ്തിട്ട് കാര്യമില്ല. അത്ര സൂക്ഷ്മമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം രാഗം ചെയ്യണ പ്രവൃത്തിയിൽ ഇഷ്ടാനിഷ്ടങ്ങൾ ഉണ്ടാവുക ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത്തെ തെറ്റ്, അത് ചെയ്യ ആൾക്കാർ നമ്മളോട് പറയും നല്ല കേട്ടോ, നന്നായി 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 എന്ന് പറയെ അഹങ്കാരം വർദ്ധിച്ച് വരും. തന്നെ ഒഴിച്ച് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ തെറ്റ്. എല്ലാ നേതാക്കന്മാരും എല്ലാ സമാജസേവകരും എല്ലാ ആചാര്യന്മാരും ചെയ്യണം എന്താ? അവനവനെ ഒഴിച്ച് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നോക്കും. അവനവനെ നന്നാക്കിയാൽ മതി, അവനവനെ നന്നാക്കില്ല ആരും. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. അങ്ങനെ വീണ്ടും ശരീരമെടുക്കും, ജനിക്കും, വീണ്ടും ചക്രത്തിൽ വരും, ഇത് പോയിക്കൊണ്ടേയിരിക്കും എന്ന് വൃത്തിയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാലും ജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ ഈ ലോകം ദുരിതം നിറഞ്ഞതാണെന്ന് മനസ്സിലാകേണ്ടതുള്ളതുകൊണ്ട് ഈ ലോകത്തിലെ സംസാര ചക്രത്തിൻ്റെ ദുരിതങ്ങൾ മുഴുവൻ പറഞ്ഞ് മനസ്സിലാക്കും. അതിനെയാണ് ഭവാടവി വർണ്ണനം എന്ന് പറയും. സംസാരമാകണ കൊടുങ്കാട്ടിപ്പെട്ടിട്ടുള്ള ആത്മാവിൻ്റെ അവസ്ഥ എനിക്കറിയാം. വാച്ച് നോക്കുന്നുണ്ട്, വിശപ്പുണ്ട്, അറിയാം. 2 മിനിറ്റ്. ഈ ഭക്ഷണം വളരെ പ്രധാനമാണ്. ആഗ്രഹിച്ച് കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയണത്. വിശക്കണവർക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോയി കഴിക്കാം. അപ്പോൾ വൈരാഗ്യം ജനിക്കുന്നതിനും ഗ്രന്ഥങ്ങളില്ല. വൈരാഗ്യത്തിൻ്റെ മഹിമ പറഞ്ഞു തരാനേ പറ്റുള്ളൂ, ബ്രഹ്മജ്ഞാനത്തിൻ്റെ മഹിമ പറഞ്ഞു തരാനേ പറ്റുള്ളൂ. ഗ്രന്ഥങ്ങൾ കൊണ്ട് വൈരാഗ്യം ജനിക്കില്ല. വൈരാഗ്യം ജനിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ദുരിതം മുഴുവൻ ഈ ശരീരം കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ശരീരമാണ് അതിനെ അനുഭവിക്കണമെന്ന് മനസ്സിലായണം നിമിഷേ വൈരാഗ്യം ഉദിക്കുള്ളൂ. എന്താ? വിരാഗത, രാഗം ഇല്ലാത്ത അവസ്ഥ. ഒരു കാര്യം ഇങ്ങനെ ആവണം എന്നുള്ള ഷാഠ്യം ഇല്ലാണ്ടാവണ അവസ്ഥയാണ് വൈരാഗ്യം. അതില്ലാണ്ടായ എല്ലാ പ്രശ്നവും അവസാനിച്ചു. നമുക്ക് ഒരു സ്ഥലത്ത് ചെന്നാൽ ചില ആൾക്കാരുണ്ട്, ഇംഗ്ലണ്ടിൽ പോയാലും ഇന്തോനേഷ്യ പോയാലും ഉച്ചയ്ക്ക് ചോറ് വേണം അവർക്ക് ഊണ് കഴിക്കാൻ. ചോറ് കിട്ടിയില്ലെങ്കിൽ മരിച്ചു, ജീവിതം പോയി. എനിക്കൊരു പ്രൊഡക്ഷൻ മാനേജർ ഉണ്ടായിരുന്നു, ചിന്ന സാറ്. കണ്ടുകൊണ്ടേൻ്റെ ഒക്കെ കൺട്രോളറായിരുന്നു. ആ കാലം തൊട്ടുള്ള പരിചയം എനിക്ക്. അനവധി വർക്കുകൾ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും ഷൂട്ടിന് പോകുന്ന സമയത്ത് സാറ് മാത്രം ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ ഇപ്പം എന്നെ കിടയ്ക്കുമോ ഫാസ്റ്റാന്ന് ചോദിക്കും. ഫാസ്റ്റായിട്ട് എന്താ കിട്ടുക ചോദിക്കും. അത് വാങ്ങും, കഴിക്കും. സാറ് എന്നിട്ട് പിന്നെ എല്ലാവർക്കുള്ള ബില്ല് കൊടുക്കാൻ കൗണ്ടറിൻ്റെ അവിടെ ഉണ്ടാവും. നമ്മളിവിടെ ഗോപി മഞ്ചൂരിയൻ അത് ഇതൊക്കെ ഓർഡർ ചെയ്തിട്ട് കാത്തിരിക്കുക തന്നെ വിശന്നിട്ട്. അതായത് ജീവിതത്തിനെ ലളിതമായിട്ട് കാണാൻ പഠിക്കുന്ന വ്യക്തികൾ കൂടുതൽ കർമ്മകുശലത ഉണ്ടാവും. അത് ആധ്യാത്മികത കൊണ്ടുവന്ന വളരെ പെട്ടെന്ന് ഭഗവാനെ കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന കർമ്മത്തിനെ ഭഗവന്മുഖമായിട്ട് ചെയ്തുകൊണ്ട് ഈ 3 ഗുണങ്ങളെയും സത്വരജസ്തമോ ഗുണങ്ങളെ അതിക്രമിച്ച് കടക്കണവൻ വളരെ പെട്ടെന്ന് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വശീകരിച്ച് അഥവാ അടക്കി ഭഗവത് ചൈതന്യത്തെ തെളിച്ചു കാണും എന്ന് കർമ്മസിദ്ധാന്തത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടെ വാസ്തവത്തിൽ ഈ ഭരതരഘുഗുണ സംവാദത്തിൽ വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ മനസ്സിൽ ഒരുവിധം വൈരാഗ്യവും രഘുഗണൻ്റെ മനസ്സിൽ ഉറച്ചു. ആദ്യം ബ്രഹ്മജ്ഞാനത്തിൻ്റെ മഹിമ പറഞ്ഞു, ശരീരബോധമില്ലായ്മയുടെ ആവശ്യകത പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം അതുണ്ടാക്കാൻ വൈരാഗ്യമുണ്ടെങ്കിലേ ഇതുണ്ടാവുള്ളൂ എന്നുള്ളതുകൊണ്ട് ഭവാടവി വർണ്ണനം, സംസാര ദുഃഖത്തിനെക്കുറിച്ച് വിസ്തരിച്ച് വർണ്ണിക്കണം. അതൊക്കെ ആചാര്യന്മാർ നേരത്തെ വായിച്ചു പോയി, അതൊന്നും നമുക്കിപ്പോൾ പറയാൻ സമയമില്ല. ഇത്ര വിശദീകരിച്ചിട്ടാണ് ഈ ഭരതരഘുഗണ സംവാദം വരുന്നത്. അതിൻ്റെ അവസാനത്തിൽ രഘുഗണൻ ഭരതനെ നമസ്കരിക്കുന്നു, അവിടുന്ന് യാത്ര തുടരുന്നു. ഭരതൻ ഭഗവാനിൽ ലയിച്ചു പോകുന്നു. തൻ്റെ തപസ്സുകൊണ്ട് ആ ജന്മം തൻ്റെ അവസാനത്തെ ജന്മമാക്കിയിട്ട് കടന്നു പോകണം. അപ്പോൾ ഭരതരഘുഗണ സംവാദത്തിൽ നിന്ന് ഓർക്കേണ്ടത് 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട്. ഒന്ന്, നമ്മുടെ ഈ ശരീരം ഞാൻ എന്ന് പറയുന്നത് ഇതാണെന്നുള്ള ഈ ബോധമാണ് നമ്മുടെ ഏറ്റവും വലിയ മായ, അത് മറികടക്കണം. 2, കാണായ എല്ലാം ഒന്നാണെന്നുള്ള ബോധം ഉണ്ടാക്കണം. അതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഇതൊക്കെ ഭഗവാനാണെന്ന് മനസ്സിലാക്കണം. അതിനാണ് വിശ്വരൂപ ദർശനം. 3ാമത്തത് ബ്രഹ്മജ്ഞാനത്തിൻ്റെ പാത എന്ന് പറയുന്നത് ആഗ്രഹങ്ങളെയും ബന്ധങ്ങളെയും
അഹങ്കാരത്തിനെയും ഒക്കെ അതിക്രമിച്ച് ചെല്ലുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അത് വൃത്തിയാക്കി നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കാനുള്ള മാർഗ്ഗമാണ് ഭാഗവതത്തിൻ്റെ ധർമ്മം. അതിനാണ് ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത്. ഇനി പോകെ പോകെ ഈ ദശമസ്കന്ധത്തിലൊക്കെ ഇങ്ങനെ മനസ്സിനെ ലഹരി പിടിപ്പിക്കണ ഭഗവാന്റെ ലീലകൾ പറഞ്ഞ എന്തിനറിയോ? വേറെ ഒന്നിലേക്കും മനസ്സ് പോകാണ്ടാക്കാനാണ്. അതിനാണ് ഡോസ് കൂട്ടി ആദ്യം കടുകട്ടിയായിട്ടുള്ള തത്വങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ മനസ്സിനെ ലയിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടപ്പെട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള കഥകൾ, ഈ കാളിയമർദ്ദനവും ഗോവർദ്ധനോദ്ധാരണവും തുടങ്ങിയിട്ടുള്ള ബാലലീലകളൊക്കെ തുടങ്ങി രുക്മിണീ സ്വയംവരം വരെ വരണത്. അത് കഴിഞ്ഞാൽ വീണ്ടും തത്വം പറയും. അത് പക്ഷെ പറയണത് ഭഗവാൻ സ്വയമാണ്. അപ്പോൾ ഭഗവാൻ പറയണ തത്വം മനസ്സിലാവണമെങ്കിൽ ഈ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ശ്രദ്ധയോടിരുന്ന് പഠിച്ചിട്ട് വേണം. അവിടെ ഈ ഉദ്ധവഗീത മനസ്സിലാവില്ല. ഡയറക്റ്റായിട്ട് ഉദ്ധവോപദേശം എടുത്ത് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. കപിലോപദേശം പഠിക്കണം, ഭരതരഘുഗണ സംവാദം പഠിക്കണം, ഇനി വരുന്ന ജ്ഞാനോപദേശങ്ങൾ പഠിക്കണം, ഈവൻ ചില സ്തുതികൾ പഠിക്കണം. പ്രഹ്ലാദൻ്റെ നരസിംഹസ്തുതിയിലൊക്കെ അദ്വൈതം അങ്ങനെ മുക്കിയിട്ടിരിക്കുകയാണ്, ചാറ് അങ്ങനെ പഠിക്കണം. നമ്മൾ സാധാരണക്കാർക്ക് ഇതെന്ന് മനസ്സിലാക്കേണ്ട എന്താ? ഈഗോയിൽ നിന്നും അധികാരം, സ്റ്റാറ്റസ്, എന്നെക്കാട്ടിലും വേറൊരാൾ ചെറുത്, ഞാൻ കിടക്കണ കട്ടിൽ വേറൊരാൾ കിടക്കാൻ പാടില്ല, ഞാനിരിക്കണ കസേരയിൽ വേറൊരാൾ ഇരിക്കാൻ പാടില്ല, ഞാനിരിക്കുന്ന എന്താ പറയുക, ഞാൻ കഴിക്കുന്ന പ്ലേറ്റ് വേറൊരാൾ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ പ്രശ്നം. അതേപോലെ പുറന്തോടിൻ്റെ അപ്പുറത്തേക്ക് കാണണം. ഒരാളുടെ വേഷം കണ്ടിട്ട്, രൂപം കണ്ടിട്ട്, ഒരു സ്ഥലം, ഒരു വീട്, ഒരു പ്രദേശം, ഇതൊന്നും കണ്ടിട്ട് ഒന്നും ജഡ്ജ് ചെയ്യരുത്. 3, എല്ലാ വസ്തുക്കളിലും ഭഗവാനാണെന്ന് അറിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അകത്തൊരു സഹാനുഭൂതി ഉണ്ടാവും. എല്ലാവരും നമുക്ക് ആരോടും സഹതപിച്ചിട്ട് കാര്യമില്ല. സഹതപിച്ചാൽ നമുക്ക് അതായി തീരാനേ പറ്റുള്ളൂ. സങ്കടം അനുഭവിക്കുന്ന ഒരാളോട് സഹതപിച്ചു കഴിഞ്ഞാൽ നമ്മളാ സങ്കടം അനുഭവിച്ച് നമ്മളും തളരുക. നമ്മളതല്ല ചെയ്യേണ്ടത്. നമ്മളാ വ്യക്തിക്ക് ശക്തി കൊടുത്ത് അയാളെ പിടിച്ചുയർത്തുക വേണ്ട. അതുകൊണ്ട് ഒരിക്കലും സഹതപിക്കരുത്. സഹതപിച്ചാൽ നശിക്കും. സിമ്പതി പാടില്ല, എമ്പതിയെ പാടുള്ളൂ. ആ വ്യക്തി ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് എടുത്തേക്കണം. ആധ്യാത്മിക പാതയിൽ ചരിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള യഥാർത്ഥ റോഡ്. വേറെ പാതകളൊന്നുമില്ല. ലക്ഷ്യം ഒന്ന് മാത്രം: അകത്തേക്ക് സഞ്ചരിക്കുക, അകത്ത് കണ്ടെത്തുക. അകത്ത് കണ്ടെത്തിയാൽ പുറത്ത് കണ്ടെത്താൻ പറ്റും. അകത്ത് കണ്ടെത്താൻ ആദ്യം ബുദ്ധിമുട്ട് അനുഭവപ്പെടുമ്പോൾ പുറത്തെല്ലാറ്റിലും നോക്കിക്കാണാൻ പഠിക്കുക. പുറത്ത് നോക്കിക്കാണാൻ പഠിച്ചാൽ താനെ അകത്ത് ജ്വലിച്ചു വരും. ഇതാണ് ഭരതരഘുഗണ സംവാദത്തിൻ്റെ ചാറ്. ഇത് നന്നായിട്ട് മനനം ചെയ്യുക, നോട്ട്സ് എടുക്കുക, വീട്ടിൽ ചെന്നാലും ആലോചിക്കുക. ഭരതനെ പോലെ എല്ലാവർക്കും ആവാൻ സാധിക്കില്ല, പക്ഷെ ആ തത്വങ്ങളെ നമുക്ക് അല്പാൽപമെങ്കിലും പകർത്താൻ സാധിക്കും. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ ശരണം. ഓം ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ സർവേശ്വര.